டிரைவர் யாரு? இறங்கி வாடா, சீக்கிரம் வாயா. பட்டா பகல் எதுக்கடா லைட் போட்டு வண்டி ஓட்டுறது? அது வந்து இண்டிகேட்டர் போட்டிருக்கேன் சார். அட சோம்பேறி, கேரளாவில கரண்டே கிடையாது. இந்த மாதிரி லைட் போட்டு வண்டி ஓட்டுனா இந்த தமிழ்நாடுக்கு அதே கதி வந்துடும் தெரியுமா? சார் இது பேட்டரி சார். பயமுறா, பேட்டரி ஆகுது பேக்கரி ஆகுது, கரண்ட் தாண்டா. பிசி ஐபிசி 420 போடு. போறியா? போடுற சார் ஃபைன் போடாதீங்க சார், நான் என்ன வேணாலும் சரி, ஏதாவது பண்ணணுமா? சரி பிசி ஆஃப் போடு. ஆஃப் என்ன ஆஃப்? சீக்கிரம் போட்டு போயா. போடு போடு. இங்க பாக்காத என்ன போட்டாச்சா? போட்டாச்சு சார். சரி லைட் ஆஃப் பண்ண வேணாம், வண்டி மெதுவா ஓட்டுனா போ போ. லைசென்ஸ் இருக்கா? இருக்கு. புக் வச்சிருக்கா? இருக்கு. சரி சரி மெதுவா போ போ. ஏறமா ஏறமா. டிரைவர் யாரு? இறங்கி வாடா. யாரோ ஓடுறத புடிடா. உன் பேர் என்ன? சார்ல்ஸ். கிங் சார்ல்ஸா? டேய் பிசி சார். மலையாளி தான்டா, மூஞ்சி பார்த்தா தெரியும். ஹலோ ஹலோ. என்னடா ஃப்ரெண்ட்ஷிப்பா? இந்த பேக்குள்ள பாம்பா? ஒண்ணும் இல்ல. போய் சொல்லாதடா, பேக் தர. அது சீக்கிரம். ஒண்ணும் இல்ல. ஸ்லோ ஆக்ஷன். என்னடா இது? பிராண்டி. அது தெரியும். பிராண்டி கள்ளக்கிறது இல்லடா, திருட்டு ராஸ்கல். അയ്യോ സാർ, ഞാൻ വെറുതെ കുടിക്കാനായിട്ട് ബ്രാൻഡി. குடிக்கிறதுக்கல்ல, குளிக்கிறதுக்கு அவன் பிராண்டி வாங்குவா. பிசி സാർ ஐபிசி 1000 போடு. ஒரு 1500 ரூபீஸ் கொடு. എന്റെ കയ്യില് പൈസ ഇല്ലേ? பைசா இல்லையா? உனக்கு பைசா நான் தரேன். എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകരുത്. நீங்க? நான் கொடைக்கானல் ஸ்ரீ மகாலிங்கம். ഞാനും കൊടൈക്കനാൽ ലിംഗം താനേ. അയാളെന്റെ കാശ് കൊണ്ടുപോയി. കണ്ട കള്ളന്മാരൊക്കെ വേഷം മാറി വരുമ്പോ കാശ് കൊടുത്ത് കൊടുക്കാൻ തന്നോടാരാ പറഞ്ഞ? താനൊരു മലയാളിയാണോടോ? ഇന്ന് ഞാൻ എടുത്തോളാം. ടൈം എന്നാச்சு தங்கச்சி? 2 பவுண்ட் இருக்கு. இந்த 2000 ரூபாய் வச்சுக்கோ. டேய் நில்லு. மீதி அப்புறம் ஏமாத்த பாக்குறியா? அப்படி ஒரு எண்ணமே மனசுல கிடையாதுயா. இந்த பாரு, பாக்கெட்டு சுத்தமா காலி. 10 ரூபாய் கொடுங்க டீ சாப்பிடுறதுக்கு. ஒண்ணு எனக்கு தெரியாதா? பாக்கெட்ல கை போடாதீங்க, ஒண்ணுமே இல்லையா. அது துட்டு இல்ல. என்னடா இது? இது எப்படி பாக்கெட்ல வந்தது? சோம்பேறி பயல. போடா. கையில கிடைச்சது போச்சு, பாக்கெட்ல இருந்தும் போச்சு. இன்னொரு ஐடியா இருக்கு. தேவைப்பட்ட டைம்ல இன்டெலிஜென்ஸ் ஒர்க் பண்ண மாட்டேன். என்ன தலையுது? ஐயோ. யார் நீ? உன் அப்பா. அப்பாவா? அப்பா இத்தனை நாள் எங்க போயிருந்தப்பா? ഇത്ര നാൾ ഉന്ന അമ്മ കൂടെ വിളയാട്ടേക്ക് പോയാച്ചു. നല്ല വിളയാടിയാച്ചാ? തന്നെക്കാളും വലിയ തരികട ഞാൻ. பார்த்தா தெரியாது. മലയാളിയല്ലോ. അതെ, നാട് കളിക്കവിള. പേര് ശോഭരാജ്. കത്തി മാറ്റ്. ശോഭരാജ്. തനിക്ക് പറ്റിയ പേര് തന്നെ. എന്നെ കാശ് കൊടുക്കണോ? കാശ് ചെലവായി പോയി. ചെലവായി പോയെങ്കിൽ എനിക്കറിയാം. സഹോദര, ഉദരത്തിൽ അമർത്തരുത്. ഞാനൊരു ഉദരജീവിയാണ്. കങ്കാരു ആണോ? അല്ല, കോൺഗ്രസ് ആണ്. പിടിവിട്, കാശ് തരാം. മാരകായുധങ്ങളായിട്ടാണ് അവന്റെ കളി നടപ്പ്. എന്റെ അമ്മേ, അയ്യോ.
താനിങ് എത്തിയോ? എനിക്കറിയാമായിരുന്നു എന്തറിയാമായിരുന്നു? താനിങ് എത്തുമെന്ന്. എന്താ തന്റെ ഉദ്ദേശം? ഇവിടെ വരുന്നവരെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു ഉദ്ദേശമുണ്ട്. തന്നെ തട്ടുക. തന്റെ കയ്യിൽ അടിച്ചു മാറ്റിയ രൂപ തന്നാൽ ആ ഉദ്യമത്തിൽ നിന്ന് തനിക്ക് പിന്മാറിക്കൂടെ? ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല. 1 മണിക്കൂറിനകം തന്റെ കാശ് ഞാൻ തരും. പിന്നെ ഈ പരിസരത്ത് കണ്ടുപോകരുത്. അയ്യോ, ഭക്ഷണവും താമസ സൗകര്യമൊക്കെ തരികയാണെങ്കിൽ 1 വർഷത്തെ വാടക ഇനത്തിൽ വേണമെങ്കിൽ ആ പൈസ തട്ടിക്കിഴിക്കാം. അതിനു മുമ്പ് നിന്നെ ഞാൻ തട്ടുമടാ തോട്ടണ്ടി. കർത്താവേ, കടുവെ പിടിച്ച കിടുവേ, ഇയാളെ കാണാനില്ലല്ലോ. ഇനി ഇയാള് പുറകുവശം വഴി പോയാവോ? എക്സ്ക്യൂസ് മീ സാർ, അകത്തേക്ക് ഒരു തെണ്ടി പോയിരുന്നു, പുറത്തേക്ക് കണ്ടില്ല. ആ തെറ്റി ഞാൻ തന്നെ ആളുടെ മൈമണ്ട. ഇതെന്ത് വേഷം? താങ്കളുടെ മൈസൂരിലേക്ക് പോകണോ? അല്ല, മൈസൂരിന്റെ പിണ്ടം പാവനാശിനി ഒഴുക്കാൻ പോകുന്നു. ഏത് വളക്കുഴി പോയാലും 1 മണിക്കൂറിനും തന്റെ കാശ് മാറ്റി ഞാൻ തിരിച്ചു വരും. അതുവരെ ഞാനിവിടെ കാത്തിരിക്കും. കാശുമായിട്ട് വന്നില്ലെങ്കിൽ എന്റെ കാശ് പോയി. അടിതെറ്റിയാലും പിടിവിടന്നേ. സൂക്ഷിക്കണേ. അത് കച്ചത്തിലെന്ന് പേടിക്കണ്ട. ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ. അവിടുന്ന് വന്നട കാലായി മനസമാനത്തോടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാതായിട്ട്. അതിന് ഞങ്ങളൊരു ചേട്ടന്റെ ഉറക്കം കെടുത്തില്ല. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ ആരെ ഉണർത്താതല്ല ഞങ്ങളെ തൊഴിൽ ചെയ്യണത്. കയ്യിൽ കിട്ടുന്നതൊക്കെ മോഷ്ടിച്ചിട്ട് തമാശ. നമ്മൾ ഇവരെ അടിക്കാൻ നിന്നാലേ നമ്മൾ ഇവരെ കാട്ടിൽ തരം താഴ്ന്നു പോകും. സ്നേഹമുള്ളവരാ, നമുക്ക് തിരിച്ചടിക്കാം. നേരെ ചൊവ്വ മനുഷ്യന്മാര് മോഷ്ടിക്കാൻ കൂടി സമ്മതിക്കില്ലെന്ന് വെച്ചാ ചേട്ടാ, സ്വയം തൊഴിൽ കണ്ടെത്തേണ്ട ഭാഗമായിട്ട് എനിക്ക് കിട്ടി. വേറെ തൊഴിൽ അറിയാൻ മേളത്തോട്ടല്ല ഞങ്ങൾ മോഷ്ടിക്കുന്നത്. എന്റെ ടേപ്പ് റെക്കോർഡിംഗ് എടുക്ക്. വേറെ പണി കിട്ടിയാലും നീ മോഷ്ടിക്കുമല്ലോ. പോലീസിനെ വിളിക്കും. ഒന്ന് വേഗം വിടറോ സഹപ്രവർത്തക. സ്വാതന്ത്ര്യത്തിന്റെ കൂടെ ബ്രിട്ടീഷുകാർ കൊടുത്തിട്ട് പോയ സാധനമാ. ഇതിൽ കൂടുതൽ വേഗത്തിൽ പോയാലേ ഇതിൽ ഒരു തെറിച്ചു പോകും. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആണുങ്ങൾ വേറെ ഉണ്ട്. അവന്മാരെത്തി യവന്മാരെ ഞാൻ പിടിച്ചോണ്ട് പോയാൽ ഞാൻ അത്രയും വഴി നമുക്ക് കുറഞ്ഞില്ലേ സാറേ? 36 വർഷം ഈ വേഷം വിട്ട് ചരച്ചിട്ട് ഈ തൃക്കൈ കൊണ്ട് ഇന്ന് വരെ ഒരു ഉണ്ണാക്കനെയും പിടിക്കാൻ സാധിച്ചിട്ടില്ല. റിട്ടയർമെന്റിന് മുമ്പ് ഈ മരമാക്രികളെങ്കിലും പിടിച്ചു കൊടുത്ത് എല്ലാ കേസുകളും യുവമാരുടെ കുഞ്ചിക്ക് അടിച്ചേറ്റ് പ്രൊമോഷൻ തട്ടിയെടുത്തിട്ട് എന്നെ കൊണ്ട് കെട്ടിയെടുത്താൽ മതി എന്നാണ് എന്റെ പ്രാർത്ഥന. ഒന്ന് ചവിട്ടി വിടറോ. ബ്രേക്ക് ബ്രേക്ക് ചവിട്ടണോ. എവിടെ കള്ളമ്മ? കാക്കിയിട്ടോണ്ടാണോ അവിടെ കക്കുന്നേ? അത് തൊഴിലിന്റെ ഒരു യൂണിഫോം അല്ലേ? എന്നാ കതറിട്ടോണ്ട് കക്കിക്കൂടെ? എവിടെ തൊണ്ടി? ഇത് തെണ്ടി. തൊണ്ടി എവിടെ? വാങ്ങിച്ചു പിടിക്കണോ? ഇങ്ങനെ കൊണ്ടോ. കുപ്രസിദ്ധരായ 2 അന്താരാഷ്ട്ര മോഷ്ടാക്കളെയാണ് കോൺസ്റ്റബിൾ രുദ്രംപിള്ള അറസ്റ്റ് ചെയ്തത്. എവിടെ പത്രക്കാർ? അവിടെ ഫോട്ടോ. എവിടെയാണ് പത്രക്കാർ? നടക്കണോ? സാറിന്റെ ടേപ്പ് റെക്കോർഡർ അതങ്ങ് കോടതി പറഞ്ഞാ മതി. സാർ, സമയത്തെത്തി ഞങ്ങളെ രക്ഷിച്ചു. കൂടുതൽ ലക്ഷം ഞാൻ ലാക്കപ്പി തരാം. അയ്യോ. ഈ അയ്യോ അല്ല, ഒരു പ്രമോഷൻ എനിക്ക് സൈറോ. അത് കേടായി പോയി. പണ്ടാരം വണ്ടി വിടറോ. എവിടെ നിന്നാലും എല്ലാവർക്കും കാണാവോ? എന്നാ പിന്നെ ഇറങ്ങി പോരടോ. മതി. എല്ലാവർക്കും കാണാം. ആ എന്നാലും അമ്മച്ചി, എനിക്കൊരു സംശയം. എന്നതാടോ? അല്ല അമ്മച്ചി, ഈ ബെന്നി പൂക്കാട്ട് പറമ്പിൽ എന്ന് പറയുമ്പോ അതൊരു പഴഞ്ച പേരായി പോയില്ലേ? ഡോക്ടർ ബെന്നിക്കുട്ടി ഫിലിപ്പോസ്, അതല്ലേ ഫാഷൻ അപ്പന്റെ പേര് ചേർത്തിട്ട്? ആ, അവന്റെ ഒരു പാഷൻ. പൂക്കാട്ട് പറമ്പാടോ ആദ്യം ഉണ്ടായത്. എന്നിട്ടാ ഫിലിപ്പോസ് ഉണ്ടായത്. അതും കഴിഞ്ഞിട്ടാ ബെന്നിക്കുട്ടി ഉണ്ടായത്. അങ്ങനെ പൂക്കാട്ട് പറമ്പിനെ മറന്നിട്ടുള്ള ഫാഷനൊന്നും വേണ്ട. എന്നാലും അവരെന്താ ഇത്ര വൈകുന്നത്? എടോ തമ്പാനെ, ഓ, താൻ കണ്ടോ? ഇനി ഈ പൂക്കാട്ടുപറമ്പ് മുറ്റത്ത് എന്റെ കൊച്ചു ഡോക്ടറെ കാണാൻ രോഗികൾ ക്യൂ നിൽക്കും. അതെ, നിൽക്കും. എന്നാടാ നീ പറഞ്ഞേ? അല്ല പച്ച, അത് ഇതിലിപ്പോ ഞെട്ടേണ്ട കാര്യമൊന്നും ഇതിനകത്തില്ല. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാ. ആദ്യത്തെ ചാൻസിൽ കടന്നുകൂടാൻ ഇതെന്നതാ? 1ാം ക്ലാസ്സോ 2ാം ക്ലാസ്സോ മറ്റാണോ? MBBS ആ? മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഞാൻ എന്നാടാവേ, ഒന്ന് തെളിച്ചു പറ. ഞാൻ തോറ്റപ്പച്ച. എന്റെ മാതാവേ, എനിക്കൊന്നും അറിയാൻ മേലേ. ഞാൻ എന്നതായി കേക്കുന്നേ?
തോറ്റേച്ചിങ് വന്നിരിക്കുകയാണോ? എന്റെ കർത്താവെ, അമ്മച്ചോട് ഞാൻ ഇനി എന്നാ പറയും? വെല്ലുമിച്ചോട് ഒന്നും പറയരുത്. അതിനാ ഞാൻ അപ്പച്ചനോട് പറഞ്ഞ. പിന്നെ അമ്മച്ചി അറിയാതെ? അറിഞ്ഞാൽ എന്തുണ്ടാവും അപ്പച്ചൻ അറിയാലോ. ഊക്കാട്ടുപറമ്പില് ഭൂകമ്പം നടക്കും. എനിക്കൊന്നും മേലായേ, ഓർത്തിട്ട് എന്റെ ചങ്ക് പൊടിയുന്നു. പ്രീ ഡിഗ്രി 5ാം തവണ കടന്നുകൂടിയ നിന്നെ ഒട്ടുപാല് വിറ്റ കാശ് കൊണ്ട അമ്മച്ചി കർണാടകത്തിൽ അയച്ചത്. ഇപ്പതാ കൊച്ചുമോൻ ഡോക്ടറായെന്നും പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിക്കുകയും ചെയ്തു. അതും പോരാഞ്ഞ് പൂക്കാട്ടുപറമ്പിൽ ചാക്കോച്ചൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിന് തറക്കല്ലിടാൻ ദിവസവും കുറിപ്പിച്ച് വെച്ചിരിക്കുക. ഇട തോറ്റെന്ന് പറയാനാണെങ്കിൽ നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നേ? അവിടെ എവിടെയെങ്കിലും നിന്നാ പോരായിരുന്നോ? അതെങ്ങനെയാ? ഓരോ ദിവസം വിളിച്ചോണ്ടത്തുന്നത് വെല്ലുമിച്ചിയുടെ ഫോൺ കോളല്ലേ. ജയിച്ചോടാ ജയിച്ചോടാന്നും ചോദിച്ചു. വെല്ലുമിച്ച് വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞു ജയിച്ചു എന്ന്. എന്നാ പിന്നെ നേരെ ഇങ്ങ് പോരെന്ന് വെല്ലുമിച്ചി. ദേ, ഇതിപ്പോ ഞാൻ അപ്പച്ചന് മാത്രമേ അറിഞ്ഞുള്ളൂ. എന്തെങ്കിലും പറഞ്ഞ് അപ്പച്ചനൊന്ന് ഉരുണ്ടി കളിച്ചാ പറ്റൂ. അടുത്ത ചാൻസിൽ എന്തായാലും ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ പാസ്സായിരിക്കും, അത് ഉറപ്പാ. എടാ, കാശ് വല്ലതും വിഷയം നടക്കുവോ? കാശ് വെച്ചിട്ട് കാര്യമൊന്നുമില്ല, പരീക്ഷ എഴുതണ്ടേ. എനിക്കിത് വേണമെങ്കിൽ അപ്പച്ചനോട് മറച്ചു വെക്കായിരുന്നു. എന്തെങ്കിലും അറിയുമ്പോ എന്നോടെങ്കിലും നിനക്കിത് പറയാറുന്നില്ലേ എന്ന് അപ്പച്ചൻ ചോദിച്ചാ, അതുകൊണ്ടാ. തൽക്കാലം അമ്മച്ചി അറിയണ്ടെന്ന് വെച്ചാലും അടുത്ത സെപ്റ്റംബറിലെങ്കിലും പാസ് ആവൂടാ. സെപ്റ്റംബറോ? സെപ്റ്റംബറിൽ പാസ്സാവും, അത് ഉറപ്പാ. ഉറപ്പാ അപ്പച്ച. അപ്പച്ച, ഒരു കാര്യം കൂടി. സെപ്റ്റംബർ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിന് എനിക്കൊന്ന് തിരിച്ചു പോണം. അതും കൂടി വെല്ലുമിച്ചോട് പറഞ്ഞു ഒന്ന് സമ്മതിപ്പിക്കണം. നീ എന്നെ പാതോടിപ്പിക്കാൻ പേണ വണ്ടിയില്ലേ? ബെന്നിക്കുട്ടി വന്നു. ബെന്നിക്കുട്ടി വന്നമ്മച്ചി. ബെന്നിക്കുട്ടിയോ? ഡോക്ടർ ബെന്നിന്ന് വിളിക്കടാ. അതെ, ഡോക്ടർ ബെന്നി. വെല്ലുമിച്ചി മോനെ, വല്യമ്മച്ചി എത്ര നേരമായി കാത്തിരിക്കുകയാണെന്ന് അറിയാവോ? നീ എന്താ ഇത്ര താമസിച്ചേ? അത് വെല്ലുമിച്ചി വരുന്ന വഴി. അപ്പച്ചാ, ഇതും കൂടി അങ്ങോട്ട് കഴിച്ച് എന്നാ പറ്റുമോ നോക്കട്ടെ. മതി വെല്ലുമിച്ചി. ദേ, നിന്റെ അപ്പച്ചനെ നോക്കിയേ. കുഞ്ഞുനാളീ വല്യമ്മച്ചി ഇതുപോലെ കഴിപ്പിച്ചതിന്റെ തടിയായി കാണുന്നേ. എടാ ബെന്നിക്കുട്ടിയെ, നിനക്ക് ഓർമ്മയുണ്ടോ തോണിപ്പാറയിലെ കുട്ടിച്ചായനെ? ഇപ്പൊ തീരെ കിടപ്പില്ല. അയ്യോ, നോക്കാൻ ഇനി ഒരു വൈദ്യന്മാരില്ല. നീ വരുന്നു എന്നറിഞ്ഞപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു. എന്നാ എന്നാ മോനെ, വെള്ളം എടുത്തുകൂടി, വെള്ളം. ആ, തലച്ചോറിനകത്ത് ഹ്യൂമറാ. എന്നാ പറ്റി മോനെ? ഈശോ, കുട്ടിച്ചന്റെ ദീനം ഒന്ന് മാറിക്കിട്ടാൻ കുരിശുമലയില് മുത്തം വരെ വെച്ചു ഏലിയമ്മ. അതമ്മച്ചി, MBBS മാത്രം പാസ്സായതുകൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല. ഇനി എന്തൊക്കെ പഠിക്കാനുണ്ട്? വേറൊരു MBBS FRODയോ എന്നാടാ? FROD ഫ്രോഡാണ് അപ്പച്ച. FRCS ഈ അമേരിക്കയിൽ പോയി പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതൊക്കെ നമുക്ക് പറ്റുമോ? അമേരിക്കക്കാരുടെ ഒരു ബ്രാഞ്ച് ബാംഗ്ലൂരിൽ തുടങ്ങിയിട്ടുണ്ട്. ഉടനെ തിരിച്ചു പോയാൽ അതും കൂടി ഒന്ന് പഠിച്ചെടുക്കാം. പിന്നെ വല്യമ്മച്ചയ്ക്ക് നാട്ടുകാരുടെ മുമ്പിൽ ഞെളിഞ്ഞ് നടക്കാലോ. വേണ്ട, ഒരു ഊരിലേക്ക് നീ ഇനിയിപ്പോ പോകുന്നില്ല. ഇവിടുത്തെ നാട്ടുകാരുടെ മുമ്പിൽ ഇത്രയും പഠിത്തമൊക്കെ മതി. കുടുംബത്തിൽ ഒരു ഡോക്ടർ വേണമെന്നേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ, അത് നടന്നു. വല്യമ്മച്ചി, ആ സാധനം കിട്ടിയാ മതി. വിവിധ തരത്തിലൊരു 5-6 എണ്ണം ഉണ്ട്. ഇനി ഒരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. നിന്റെ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടുമുറ്റത്ത് നിന്റെ കുഞ്ഞുങ്ങൾ ഓടിക്കളിച്ച് നടക്കുന്നത് വല്യമ്മച്ചിക്കൊന്ന് കാണണം. ആഹാ, കുരിശിന്റെ കയ്യിൽ കുരിശ്. ബൈബിൾ, വീണ്ടും ബൈബിൾ. ഇതിനേക്കാളും ഒരു കന്യാസ്ത്രീ മഠത്തെ തന്നെ കല്യാണം കഴിക്കുന്ന ഭേദം. വെല്ലുമിച്ച് എവിടുന്ന ഈ വക സാധനങ്ങളൊക്കെ തപ്പിക്കൊണ്ടുവരുന്നത്? എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അപ്പച്ചാ, ഒന്ന് വെല്ലുമിച്ച് പറഞ്ഞൊന്ന് മനസ്സിലാക്കൂ. അപ്പച്ചൻ പറയും, എന്റെ മോൻ കാത്തിരുന്നു. അതെന്നാടി നീ ഒരു പുതുമ പറഞ്ഞേ? ആകെ കുടിയൊരു ചെക്കനാ. അവന്റെ കല്യാണക്കാര്യം പോലും തീരുമാനിക്കാൻ അപ്പനും അമ്മയ്ക്ക് സ്വാതന്ത്ര്യം ഇല്ലാന്ന് പറഞ്ഞ അമ്മച്ചി എന്ത് പറഞ്ഞാലും ഏറാൻ മൂളി നിൽക്കാനല്ലാതെ നിങ്ങളെ കൊണ്ട് വലുതിന് കഴിയോ? എന്നെ കൊണ്ട് കഴിയുന്നതേ ചെറുക്കാൻ നിൽക്കുന്നു. ഒരുമാതിരി ചൊറിന് വർത്താൻ പറഞ്ഞാണ്ടല്ലോ.
എടി എറാമൂളി നിൽക്കുന്നുണ്ടെങ്കിലേ അതുപോലെ ചൊല്ലുവിളി നടത്തിയത് കൊണ്ടാ. അല്ല മഞ്ഞപ്പുറക്കാരെ പോലെ കയറൂരി വിട്ടിട്ടല്ല. ദേ മഞ്ഞപ്രക്കാരിയൊന്നും പറയണ്ട. പൂക്കാട്ട് പറമ്പുകാർ അങ്ങോട്ട് വന്നാ പെണ്ണി ചോദിച്ചത്, അല്ലാതെ മഞ്ഞപ്രക്കാർ ഇങ്ങോട്ട് വന്നിട്ടല്ല. എന്തോ 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 പൂക്കാട്ട് പറമ്പുകാർ അങ്ങോട്ട് വന്നെന്നോ? എടാ മോനെ, നീ ഇത് കേട്ടില്ലേ? നമ്മൾ അങ്ങോട്ട് ചെന്നെന്ന്. എടീ, പടകുടിത്തോട്ടത്തിൽ ഷീറ്റ് എണ്ണിക്കൊണ്ട് നിൽക്കുമ്പോ നിന്റെ പൊന്നാങ്ങളെ ഉറുമീസ് എന്റെ അപ്പനോട് പറഞ്ഞ കാര്യം ഇപ്പോഴും എന്റെ കായനകത്തുണ്ടടി. അന്ന് ഞാൻ കരുതിയില്ല കർത്താവേ ഇങ്ങനെ ഒരു കുരിശായിരിക്കുമെന്ന്. കുരിശ് നോക്കുന്ന ഇപ്പൊ ഞാനല്ലേ? എന്ത് കുരിശാടിയാവുന്നേ? എന്ത് കുരിശാടിയാവുന്നേ? ഒന്ന് നിർത്തണ്ടോ? നിങ്ങൾ തമ്മിൽ ഇങ്ങനെ തല്ലിപ്പിരണ്ട് എന്റെ കാര്യം എന്താന്ന് വെച്ചാ പറ. നിന്റെ കാര്യം അത് വല്യമ്മച്ചി തീരുമാനിക്കും. അതാ ഞാൻ പറഞ്ഞ കല്യാണം കഴിക്കാൻ പാടില്ലാന്ന്. എന്നെ നോക്ക്, ഒരിത്തരും നിയന്ത്രിക്കാനില്ല. ഇഷ്ടത്തിന് കല്ലു കുടിക്കാ, പെണ്ണു കുടിക്കാ, തോന്നിയതൊക്കെ ചെയ്യാം. ഇതാ കുടിക്ക്. വേണ്ട, മദ്യപിച്ച് വീട്ടിൽ ചെന്ന ആകെ പ്രശ്നമാവും. വീട്ടുകാരെ പഠിക്കാൻ ഇരിക്കട്ടോ. ആമാ, ഇത്തവണ നമുക്ക് വൃദ്ധസമാജത്തിന്റെ മീറ്റിംഗ് കൂടണ്ടേ? അതിനെന്താ, ഇവിടെ വെച്ച് തന്നെ ആകാമല്ലോ. അത് വേണ്ട, കഴിഞ്ഞവണ വെള്ളം അടിച്ച് ആകെപ്പാടെ അലമ്പാക്കി. നിങ്ങളുടെ ഭാര്യയുടെ ചീത്ത ഞാനാ. അപ്പൊ ഉണ്ണിച്ചേട്ടനാ ഏതെങ്കിലും ഹോട്ടലിലാക്കിയാലോ? പക്ഷെ ഒരു കാര്യം, വെജിറ്റേറിയൻ കിട്ടുന്ന ഹോട്ടലായിരിക്കണം. അത് വേണ്ട വേണ്ട വേണ്ട, വീട്ടുകാരുടെ സംശയം കൂടുകയുള്ളൂ. എങ്കിൽ ഞാനൊരു വഴി പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ എന്റെ എസ്റ്റേറ്റിലെ പൂട്ടിക്കിടക്കുന്ന ബംഗ്ലാവിൽ വെച്ചായാലോ? അതാണ് നല്ലത്. ആ, അവിടെ ആവുമ്പോ ജഡ്ജി സാറിന് വീട്ടുകാരെ പഠിക്കാണ്ട് കണ്ണു കുടിക്കാലോ. പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്രയും പാടില്ലായിരുന്നു. പക്ഷെ ഓടലക്ക് ഗുദാമിന്റെ അകത്ത് കയറാൻ പറ്റ പാടേ. നമുക്ക് ഒളിവിൽ കഴിയാൻ ഇതിലും പറ്റിയ സ്ഥലം വേറെ ഏതടാ? സംഗതിയൊക്കെ ശരി തന്നെ, പക്ഷെ തല വെക്കാൻ എന്ത് ചെയ്യും? 2.5 മണിക്കൂർ ബാംഗ്ലൂർ മേലുണ്ട്. തല വെക്കാൻ അത് മതിയാവോ? തമാശ പറയല്ലേ. ഇനി വിശപ്പ് മാറ്റാൻ എന്ത് ചെയ്യും? ഭക്ഷണം കഴിച്ചാ മതി. എടാ, വാ കീറിയിട്ടുണ്ടെങ്കിൽ ദൈവം നേരെ തരും. കിടന്നുറങ്ങാൻ നോക്ക്. മണ്ണര ആവാതിരുന്നാ മതിയായിരുന്നു. ഇതാണ് നമുക്ക് പറ്റിയ സ്ഥലം. നമുക്ക് അടിച്ചു പൊളിക്കാം. പൊളിക്കാനൊന്നും പറ്റില്ല, ഇതിന്റെ അപ്പൂപ്പൻ പണിക്ക് ബംഗ്ലാവാ. ആരാണ്ടൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടടാ. ഭാവി എന്നിടം പാതാളെന്നാ പറഞ്ഞു കേട്ടേക്കണം. എടുത്തോ, ഇടിച്ചോ, ഓടിക്കോ. ഞാനുണ്ട്, ചാടിക്കോ. വരൂ, വരൂ. എങ്ങനെയുണ്ട് നമ്മുടെ കോൺഫറൻസ് ഹാൾ? ആ സാധനങ്ങളെല്ലാം ഒരു ഭാഗത്ത് അടുക്കി വെച്ചേക്കും. ഈ മേശയും കസേരയും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തേ. ഇവരിതെന്തിനുള്ള പുറപ്പാടാ? വൈസന്മാരുടെ സംസ്ഥാന സമ്മേളനം തോന്നണേ. എല്ലുപിടിക്കാര് കാണണ്ട. ഇവിടെ നിങ്ങൾക്കാർക്കും യാതൊരു നിയന്ത്രണങ്ങളുമില്ല. ഇഷ്ടത്തിന് തിന്നാം, കുടിക്കാം, ആടാം, പാടാം. നിക്കറോ? ആരുടെ നിക്കർ? അല്ലടാ, ലിക്കർ. സംസ്ഥാന സമ്മേളനം അല്ല, വൈസന്മാരുടെ ക്യാമറ എന്നാ തോന്നണേ. വയസ്സന്മാരടിച്ച് പൊളിക്കണല്ലടാ. കൊതിയാവണു വയസ്സനാകാനോ? ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു. എല്ലാവർക്കും ഇരിക്കാം. ചിക്കൻ പൊറോട്ട. ചിക്കന്റെ കാര്യത്തിൽ ഈ പൊറോട്ട തിന്നുന്ന പൊറോട്ടയുടെ കാര്യം ഞാൻ പറഞ്ഞത്. എല്ലോ പട്ടിയുടെ മുമ്പിൽ തന്നെ വീണു. അവിടുന്ന് ഒരു തരി മാംസം പോലും ഇല്ല. ഇവനാരുടെ ക്ലീനിങ് മെഷീനോ? അങ്ങോട്ട് വലിച്ചു തരടാ. ഇവിടെ നോക്കിയാണ് അസ്ഥി എറിയുന്നത്. ഞാനെന്നാ ഉള്ളുடைய വേസ്റ്റ് ബോക്സാ. ഞാൻ എറിഞ്ഞെന്ന കൊറേ നേരമായി ഞാൻ ഇതിനകത്തുനിന്ന് ഒരു ദിവസം മാംസം കടിച്ചെടുക്കാൻ പറഞ്ഞ പാട്. ഒരു ഐഡിയ. എന്താ? നമുക്ക് ഇവരെ പോച്ച് പുറത്തടിച്ചാലോ? അതിന് പോക്കാനൊന്നുമില്ലല്ലോ. അവരെ തമ്മിലടുപ്പിച്ച് പുറത്തടിച്ചാലോ? അതിന് വഴിയുണ്ട്. ഇത്ര വലിയ കല്ലോ പെട്ടെന്ന് വൃത്തിയാടിക്കാൻ ഇത് എന്നെ വേണം. ഉന്നം തട്ടല്ലേ? ഓ, അത് നിനക്ക്. പരട്ടപ്പെട്ടത് എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എന്നാ എന്നോട് കളിച്ചാൽ ഇങ്ങനെ. എന്താണ് ഉരുപ്പേ, ഉരുപ്പേ? എന്താണ്? ഒന്നും വടിയ എന്ന് തോന്നണേ. अरे भाई अकाल तख्त में क्या हुआ है? क्या? वो स्थल में विजिट करने के लिए चाहता हूँ, चलता है. अच्छा. अच्छा जातू परंतु भाई
मैं इधर बैठ सकता हूँ? बैठो बैठो। चोर चोर ചോറൊക്കെ കഴിച്ചതാ ഭായി. अरे मेरा ब्रीफकेस किधर है? मेरा ब्रीफकेस है। ओ तुम्हारा ब्रीफकेस? हाँ। ब्रीफकेस കൊണ്ടുപോയി है, कल्ला കൊണ്ടുപോയി है। चल चल ओड पुलिस स्टेशन में कंप्लेंट करो। अरे पुलिस स्टेशन किधर है? वहाँ है। ओ पुलिस स्टेशन यहाँ है। चलो 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 चलो। अरे कष्ट, ओ भाई पुलिस को कुछ करेंसी गिव है, हेल्प करता है पुलिस। ठीक है। अच्छा पुलिस। സമ്മതിച്ചിരിക്കുന്നു. താൻ എന്നെക്കാൾ മിടുക്കൻ തന്നെ. അതിരിക്കട്ടെ, താൻ ഈ പെട്ടിപ്പണി എവിടെ നിന്ന് പഠിച്ചു? എടോ, തന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിപ്പോ മനസ്സിലായി. എന്നെ മാത്രമല്ല, എന്റെ തന്തയെ വിറ്റ കാശും തന്റെ കയ്യിലുണ്ടെന്ന്. ആ. ദേ, ഇവിടെ ഇരിക്കുന്ന അത്ര പന്തിയല്ല. ആ പഞ്ചാബി തിരിച്ചു വരും, കുടുങ്ങും. താനാ പെട്ടി എടുക്കും. തൊട്ടുപോരുത്, ഇത് എന്റെ വെട്ടിയാ. തന്റെ പെട്ടിയോ? എടോ ഫ്രോഡെ, താൻ എന്നോട് കളിക്കരുത്. ഈ ചാൾസ് ആരാന്നത് എനിക്കറിയില്ല. അയ്യോ, ഗുരുവേ, നമസ്കരിക്കുന്നു. എന്നെ അവിടുത്തെ ശിഷ്യനായി അംഗീകരിക്കണം. താൻ ആദ്യം എനിക്ക് തരാനുള്ള കാശ് എടുക്കണോ? എന്തിന് കാശ്? ഈ സാമ്രാജ്യം തന്നെ തീറെഴുതി തരാൻ പോവല്ലേ. ഏത് സാമ്രാജ്യം? ഈ മോഷണ സാമ്രാജ്യം. ഇന്ന് മുതൽ ഇവിടുത്തെ ഫ്രോഡ് രാജാവ് നീയാണ്. ഫ്രോഡ് രണ്ടാമൻ. ഈ ഇട്ടാവട്ടം കൊടൈക്കനാലിൽ 2 രാജാക്കന്മാർ ആവശ്യമില്ല. ഒന്നുകിൽ നീ, അല്ലെങ്കിൽ ഞാൻ ഇതാ ഒഴിയാൻ പോവാണ്. തരാനുള്ള കാശ് അതിന്റെ പകുതിയായിട്ട് കൂട്ടിക്കോ. പക്ഷേ ഈ പെട്ടി എണ്ണയിലിരിക്കും. എടോ, ഇതാ നിൽക്ക്, നീ പോടാ ചക്ക. ഇയാളാള് കൊള്ളാലോ. പെട്ടി എങ്കിൽ പെട്ടി. ഇനി ഇത് വച്ചൊരു കളി കളിക്കാം. എങ്ങനെയുണ്ട് ഡാൻസ്? കലക്കൻ. നല്ല പറ. ആരോള അർദ്ധരാത്രി മതില് ചാടി തെണ്ടാൻ നടക്കണോ? ഞങ്ങള് കാറ്റുകൊള്ളാൻ പോയതാ. കാറ്റ് പോകാൻ കാലത്താ ഒരു കാറ്റ് കൊള്ളല്. നാളല്ലല്ലോ ഈ വയസ്സുകാലത്ത്. അപ്പൂപ്പന്മാരുടെ മക്കളുടെ മക്കൾക്ക് വരെ കല്യാണപ്രായം എത്തിക്കാണൂല്ലോ. എന്നിട്ടും വേണോ ഇളക്കാം? നിങ്ങളെ ഞാൻ അന്നേ നോട്ട് ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ ലീഡർ നിങ്ങളല്ലേ? ഞാനല്ല, ഇങ്ങേരാ. ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ തന്നെ 3 ഉണ്ടല്ലോ കസ്റ്റഡിയില്. ഇനിയും വേണോ? അതൊക്കെ പുള്ളിയുടെ ഒരു ഹോബിയാ. Shut up. നാളെ നേരം പുലർന്നാൽ എല്ലാരും തിരിച്ചു വെക്കണം. വീട്ടിലേക്ക് മാത്രം ഞങ്ങളെ തിരിച്ചയക്കല്ലേ. ഒരു കാലത്ത് ഞങ്ങളെ പുറത്താക്കല്ലേ. പുറത്താകെ ഞങ്ങൾ അകത്താകും. ഇതെന്റെ ഭാര്യ അറിഞ്ഞാൽ അവളെ കൊല്ലും. ആ, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇല്ലേ? ഈ കോമ്പൗണ്ട് വിട്ട് ആരും വെളിയിൽ പോകരുത്. എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോണം. ഏ? നിങ്ങൾക്കും വരാമായിരുന്നില്ലേ? നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എവിടെ പോയി എല്ലാവരും? എവിടെ പോയി? അയ്യോ, ശാന്തസുന്ദരോ! ഞാൻ സോഫിയ, തെക്കേക്കരേന്നാ. ഇന്നലെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ഇവിടുത്തെ വണ്ടിയില് ബസ് മുട്ടിയിട്ട്. ചെറിയ പ്രശ്നമൊന്നും അല്ലത്. അറിയാം. എന്തേലും ഒരു കാരണത്തിന് യൂണിയൻകാർ കാത്തിരിക്കുമ്പോഴാ അവരിതിൽ ഇടപെട്ട കാര്യം നമ്മുടെ കൈവിട്ടു പോവും. അതിന് ഞാനിപ്പോ എന്നാ ചെയ്യണമെന്നാ? ഇതൊരു വലിയ ഇഷ്യൂ ആകാണ്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ. മലയാളത്തിൽ പറ. വണ്ടിയുടെ നഷ്ടം എന്താന്ന് വെച്ചാ ഒരു ഇൻഡിക്കേറ്റർ പൊട്ടി, അത് ഇത്ര വലിയ കാര്യമാക്കണോ? ആഹാ, പിന്നെ നീ ഇന്നലെ അതിന്റെ ഏതാണ്ട് കുന്ത്രാണ്ടം പൊട്ടിയെന്നോ എണ്ണ ചോരുന്നെന്നോ ഒക്കെ പറഞ്ഞത്? ചെറിയൊരു ലീക്ക്, അത് നമുക്ക് അടയ്ക്കാവുന്നല്ലേ ഉള്ളൂ വിലമിച്ചി. അതിന് ഒത്തിരിയും കാശാവുന്ന നീ ഇന്നലെ പറഞ്ഞില്ലേ? അതുകൊണ്ട് പറഞ്ഞോട്. പിന്നെ ലൈറ്റിന്റെ ഒക്കെ ഒരു 6350 രൂപ. സാരില്ല, കാശ് ഞാൻ തരാം. എന്താ പേര്? ബെന്നി.
പേര് വെച്ചിട്ടാ. ദാ, ഉം. താങ്ക്സ്. ബെന്നിക്കുട്ടി, ഞാൻ നോക്കിട്ടേ ഇല്ല. കിട്ടി, കംപ്ലീറ്റ് വിവരങ്ങൾ കിട്ടി. പറയാം. കുറച്ച് വെള്ളം ചേർത്ത് കഴിക്കേ. ചേർത്ത് വെച്ചിരിക്കുക. അതെ, പോയ കാര്യം എന്തായി? തൂങ്ങാമ്പാറയിൽ 50 ഏക്കർ കുരുമുളക്, തൂക്കണാകുന്നിൽ കാപ്പി 350 ഏക്കർ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 5-6 ഹോട്ടലുകൾ, അടിമാലിയിൽ ഒരു ബാറ്, പിന്നെ ഒരു 500 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ്, ടാറ്റ എസ്റ്റേറ്റ് മാങ്ങാത്തൊലി. പെണ്ണിന്റെ കാര്യം എന്താ വെച്ചാ പറ. പറയാം. പെണ്ണിന്റെ പേര് സോഫിയ. പെണ്ണിന് അപ്പനില്ല, അയ്യോ അമ്മയും ഇല്ല. അയ്യോ. പിന്നെ പിന്നുള്ളത് ആകപ്പാട് ഒരു ചേട്ടത്തി, നല്ല തണ്ടും തരിയുമുള്ള 2 ആംഗ്ലമാര്. അവരുടെ കയ്യിലെങ്ങാനും ചെന്ന് കിട്ടിയ ഒന്ന് കാണാൻ പറ്റുമോ? കാണുകയോ പൊടി പോലും പറ്റക്കൂല. അതല്ലോ പെണ്ണിനൊന്ന് കാണാൻ പറ്റുമെന്ന്. എന്നത് അത് പറ്റും. എങ്ങനെ? അതിനൊരു വഴിയോ? എല്ലാരും കൂടെ എങ്ങോട്ടാ? ജയിലിലേക്ക്. വേണ്ട, ആരും വരണ്ട. കോടതി പറഞ്ഞു കേട്ടില്ലേ? ആപൽക്കരമായ ഏറ്റുമുട്ടലിലൂടെ ഒറ്റയ്ക്ക് ഇവരെ കസ്റ്റഡിയിലെടുത്ത് കോടതി ശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇവരെ സുരക്ഷിതരായി ജയിലിലെത്തിക്കുവാനും ഈ രുദ്രമിള്ളക്ക് കഴിയും. 2 കള്ളന്മാരെ ഒറ്റയ്ക്ക് ഇത്ര ദൂരം കൊണ്ടുപോകുന്ന റിസ്ക് ആണ്. ആ റിസ്കിന്റെ ക്രെഡിറ്റ് കൂടി എനിക്കിരിക്കട്ടെ. ആരും എന്നെ തടയരുത്. നീ മുൻ സീറ്റ് ഇരി. അപ്പൊ ഞാനോ? നീയും കയറാ. പോട്ടെ. ഇങ്ങോട്ട് ഇറങ്ങ. എന്തിനാ? ഇങ്ങോട്ട് ഇറങ്ങാൻ. എന്തിനാ? ഇങ്ങോട്ട് ഇറങ്ങടോ. എന്താ കാര്യം പറ. അതൊക്കെ ഇറങ്ങിയിട്ട് പറയാം. എനിക്ക് ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല. താക്കോലിങ്ങനെ താക്കോലും തരത്തില്ല. താക്കോലിങ്ങ അത് പറ്റത്തില്ല. താക്കോലി തുടങ്ങും. ഈ ജീപ്പ് എന്റെ സ്വന്തം വകയല്ലോ, ഡിപ്പാർട്ട്മെന്റ് വകയല്ലേ. അതാർക്കും ഓടിക്കാം. പിന്നെ ഞാൻ പോയി വരുന്നതിനിടയ്ക്ക് വല്ല കൊലപാതകമോ ബലാത്സംഗമോ മോഷണമോ നല്ലതോ നടന്നാലേ എല്ലാം പെൻഡിങ് വെച്ചേരെ. ഞാൻ വന്നിട്ട് ഹാൻഡിൽ ചെയ്തോളാം. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. പ്രൊമോഷൻ കിട്ടണേ പണി കിടക്കണോടോ. നടക്കുന്ന തോപ്പിയും വെച്ച് പോലീസ് എന്നും പറഞ്ഞു കള്ളന്മാരെ കൊണ്ട് പറയിച്ചു. ആദ്യമായി 2 എലുമ്പന്മാരെ കൈ കിട്ടേണ്ട അഹംഭാവ കിളവന്. കൈ കിട്ടിയത് വീരപ്പൻ എന്നാ വിചാരം. സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. നല്ല മണിക്കകത്ത് ഡ്രൈവർ കയറിയതാ. അയാളെ പിടിച്ച് പുറത്താക്കിട്ട് ഇപ്പം ചായ ഉണ്ടെങ്കിൽ കഴിക്കേണ്ട സമയമായി. മര്യാദക്ക് ഞങ്ങളെ ജയിലിലെത്തിച്ചില്ലെങ്കിണ്ടല്ലോ വിവരം അറിയും കേട്ടാ. ആര്? ഞങ്ങളറിയും. ജീപ്പ് ഓടിച്ചിട്ട് കുറെ കാലമായി. ഇതിനു മുമ്പ് പ്ലെയിൻ പറപ്പിക്കലായിരുന്നല്ലോ. അതെ, വണ്ടിയുടെ ക്രൈം ഷാഫ്റ്റ് പോയതായിരിക്കും. ഇതിന് ശരിയാവത്തില്ല. ക്രൈം ഷാഫ്റ്റ് അതെന്തുവാ? അതായത് വണ്ടിയുടെ പാർട്ട് ഓഫ് ദ ഹാർട്ട് പറഞ്ഞു മനസ്സിലാക്കി തരാം. അതായത് കാർബറേറ്റിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സൈലൻസറിലേക്ക് പോകുമ്പോ അതിനിടയ്ക്ക് ഫണ്ടമെന്റിൽ നിന്ന് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു യന്ത്രമുണ്ട്. ആ യന്ത്രം നഷ്ടപ്പെട്ടാൽ ഈ വണ്ടി എന്നല്ല തീവണ്ടി പോലും റോട്ടി കിടന്നോടൂല. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവിടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയൊന്നും അല്ലെങ്കിലും ഈ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് അതിലെ ഡ്രൈവറുടെ കഴുത്തില് ഈ തോർത്തിങ്ങനെ ഇട്ട് ഞെക്കി മുറുക്കി അയാളെ കൊന്നുപോലെ ആറ്റിലോ കൊക്കയിലോ വലിച്ചെറിഞ്ഞ് ആ കാറിന്റെ എഞ്ചിൻ അഴിച്ചു മാറ്റി പാർട്സ് ആക്കി ചൂടപ്പം പോലെ വിളിക്കുന്ന ഞങ്ങൾക്ക് പുല്ല് വർത്തമാനം പറഞ്ഞു നിൽക്കാതെ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്. നിന്നൊക്കെ സമയത്തിന് അവിടെ എത്തിച്ചില്ലെങ്കിലേ എന്റെ പണി പോവും, എന്റെ പ്രൊമോഷൻ പോകൂടാ. അയ്യോ, സാറിന്റെ പ്രമോഷൻ പോകും. ഇതാ പറയുന്നത്, ഗതി കെട്ടാ പോലീസും പുല്ല് തിന്നുവന്ന് ഇട്ടവൻ തന്നെ അഴിക്കുന്നു. ആവശ്യമില്ലാത്തവരെ സാധനങ്ങൾ ഫിറ്റ് ചെയ്ത് വെച്ചാണ്. പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടല്ലോ. എന്താ വണ്ടിയുടെ സ്പീക്കർ കാണാനല്ല? എന്റെ ഈശ്വര, എന്റെ സാറേ സ്പീക്കറിലാണ്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. സ്പീക്കറോ? ഞങ്ങളെ കാത്തല്ലോ. ഇനി യൂട്രസ് പോയിട്ടുണ്ടാവോ? തലകത്തിട്ട് ഒരു നമുക്കൊന്ന് തള്ളി നോക്കാം. താക്കോല് സാറോട് ഞാൻ തള്ളാം. നീ എന്നെ എങ്ങനെ ഇരുത്തണ്ട. എന്നാ ഞാനിരിക്കാം. സാറ് തള്ളു. സാർ തള്ളരുത്. ഞാൻ തള്ളു. തള്ളു. തള്ളരുതെന്നോ? പ്രമോഷന് മേലുദ്യോഗസ്ഥനെ തള്ളണം, മന്ത്രിയെ തള്ളണം, ജീപ്പും തള്ളണം. തള്ളി തള്ളി കണ്ണു തള്ളി ഫുട്ബോളിൽ കാല് വെച്ച് തള്ളു. കാല് വെച്ചല്ലോ. സ്റ്റെപ്പിനെ കൈപിടിച്ച് തള്ളു.
ആ കേറിക്കോ. കേറിക്കൊണ്ടിരിക്കുന്നു. അയ്യോ അയ്യോ എന്റെ പ്രമോഷൻ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? നാണമില്ലല്ലോ തനിക്കൊക്കെ പോലീസ് എന്ന് പറഞ്ഞ് നടക്കാൻ. ലാത്തിയും പോയി, തൊപ്പിയും പോയി, കൈ കിട്ടിയ പ്രതിയും പോയി. അസല് ജീപ്പും പോയി സർ. Shut your bloody mouth. ഓരോ ഫൂളിഷ്നസ് കാണിച്ചു വന്ന് നിൽക്കും. 36 കൊല്ലമായോട് താൻ ഈ ക്ഷൗരം തുടങ്ങിയിട്ട് തന്നെ പോലെ എബിമാരെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചോണ്ടിരിക്കുന്ന എന്നെ വേണം ചവിട്ടാൻ. ഞാനത് ചെയ്യില്ല സർ. വേറെ ആരെങ്കിലും വെച്ച് സാർ ഒരു ബറ്റാലിയൻ സായുധ പോലീസിനെ തന്നാൽ 23 അവേഴ്സിനകം ആ 2 തണ്ടികളെയും തൊണ്ടി സഹിതം ഈ രുദ്രമ്പിള്ള കസ്റ്റഡിയിൽ എടുക്കും സാർ. തനിക്ക് ഒരു ബറ്റാലിയൻ പോലീസ് മാത്രമല്ല ആഭ്യന്തര വകുപ്പ് തനിക്ക് തീർച്ചയായി തരാം. വളരെ സന്തോഷം സാർ. ഇറങ്ങി പോടോ. സാറിന്റെ പ്രമോഷൻ. തന്റെ പ്രമോഷൻ തന്നെ ഞാൻ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അയ്യോ ഇനി പെൻഷൻ ആകാൻ 36 ദിവസം കൂടിയേ ഉള്ളൂ. അതിനു മുമ്പ് സാറിന്റെ പാല വലിക്കരുത്. ആ ഒരു മാസത്തിനുള്ളിൽ പ്രതികളെ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ തന്റെ പെൻഷൻ പോലും ഞാൻ കട്ട് ചെയ്യും. അയ്യോ എന്റെ പെൻഷൻ കട്ട് ചെയ്യരുത്. കുഞ്ഞുകുട്ടി പരാതിക്കാരനായ ഒരു പാവം പോലീസുകാരനാണ് സാർ ഞാൻ. സാർ എന്നെ ചതിക്കരുത്. I say you get out. ഓ നല്ല ഇംഗ്ലീഷ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഏതോട് പറയലയാ? ഞാൻ ഫാദർ തോമസ് കൂട്ടത്തി ചവിട്ടി. കൂട്ടത്തി ചവിട്ടി മൂലമറ്റത്താ, അതായത് തൊടുപുഴ കഴിഞ്ഞ്. ഈ കുട്ടികളുമായി എങ്ങോട്ട് പോകുന്നു? ഞങ്ങള് വേളാങ്കണ്ണി വരെ പോവാ. ലക്ഷറി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എത്തും. ഈ അൽഫോൺസാമ്മ പോയോ സിസ്റ്റർ? ഇല്ല, സിസ്റ്ററിന് വല്ല സുഖമില്ല, മഠത്തിലുണ്ട്. സിസ്റ്ററിനെ അറിയൂ? ഞാൻ അൽഫോൺസാമ്മ ബസ് പോയെന്നാ ചോദിച്ചത്. ബസ് എത്തി. ഞങ്ങൾ വരട്ടെ അച്ഛോ. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് കയറിക്കൊള്ളുവിൻ. കർത്താവേ ഈ യാത്ര ശുഭമാക്കി തരയണമേ. കയറിക്കോളൂ കയറിക്കോളൂ. എന്റെ പെട്ടി മത, എന്റെ പെട്ടി കാണുന്നില്ല. പെട്ടി. അത് ഈ ഇടയന്റെ പെട്ടിയാണ്. അയ്യോ കുഞ്ഞാണികൾ എല്ലാരും ഇറങ്ങുവിൻ. ഇവിടെ കുട്ടിയുടെ പെട്ടി മോഷണം പോയി. നമുക്ക് ഒരുമിച്ച് തിരയാം. വാ നോക്ക്. അറിയാതെ ആരെങ്കിലും ഈ കുഞ്ഞാടിന്റെ പെട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ തിരിച്ചു കൊടുപ്പാൻ നാം അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയില് ഇതേ ബസ് സ്റ്റോപ്പില്, ഇതേ വേളയില്, ഇതേ അവസരത്തില്, ഇതേ സന്ദർഭത്തില് എന്റെ പെട്ടിയും ഒരു യുദാസിനാൽ കവർച്ച ചെയ്യപ്പെട്ടു. നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. അത് നല്ലത്. എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പൊക്കോളൂ. അപ്പൊ വേളാങ്കണ്ണി പോണില്ലേ മത? ഈ കുഞ്ഞാടിന്റെ പെട്ടി കിട്ടാതെങ്ങനാ? നമുക്ക് ഇനി ഒരിക്കൽ പോകാം. എന്നാലും എന്റെ മാതാവേ, നിന്നെ കാണാൻ നനച്ചിറങ്ങിയിട്ട് ഒരു കള്ളം കാരണം പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ എത്തേണ്ടിയിരിക്കുന്നത്. പിതാവിന്റെ കൃപ. ദേ കള്ളന്റെ കാര്യം പറഞ്ഞോളൂ. അപ്പോഴേക്കും അവരിങ്ങെത്തി. ആരാ? അച്ഛോ പോകരുത്. ഞങ്ങൾക്ക് ഇവിടെ ആരും തുണയില്ല. സ്റ്റേഷൻ വരെ വരാൻ ദയവുണ്ടാകണം. ഈശോ എത്തി. என்ன சிஸ்டர் ப்ராப்ளம்ங்க? ഈ കുട്ടിയുടെ ബാഗ് ആരാണ്ട് മോഷ്ടിച്ചു. அப்படியா? நான் இங்க இருக்கும்போது அந்த மாதிரி ஒரு திருடன் யார்? ഞാനും കണ്ടതാണ് സാർ. ഞാൻ ഈ സിസ്റ്ററോട് സംസാരിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഏതോ ബറാബാസ പെട്ടി കൈക്കലാക്കി. சார் அந்த பச்சை பெட்டி பொக்கி பாருங்க, அப்ப விஷயம் தெரியும். சார் அந்த பெட்டி இந்த பெட்டிக்குள்ள இருக்கு. என்னது என்னது? இந்த ட்ரிக் பாருங்க சார். സാർ അടിയില്ലാത്ത പെട്ടിയുമായി പെട്ടികൾ അടിക്കാൻ നടക്കുന്ന ഇവൻ അടി കൊടുക്കണം സാർ. ഞാൻ അറിയാണ്ട് പെട്ടി വന്നോ. അയ്യോ കണ്ണും ചെവി പൊത്തിക്കോളിയും കുഞ്ഞാടുകളെ. ഇത് പള്ളിയല്ല, പോലീസ് സ്റ്റേഷനാ. തെറ്റിദ്ധരിക്കണ്ട. CI സാറ് പേര് പറഞ്ഞതാ. കോട്ടവാസൽ മഹാലിംഗം എന്നാണ് പേര്. പാലക്കാട്ടുകാരനാ. ஆமா ஆமா இப்ப நான் തമിഴ്നാട്ടുകാരനാ. 2 പ്രാവശ്യം വീരപ്പനെ പിടിക്കാൻ കാട്ടിപ്പോയതാ. വീരപ്പൻ സാറിനെ കണ്ടത് മുങ്ങിക്കളഞ്ഞു. ഇനി ഇയാള് തന്നെയാണോ വീരപ്പൻ? കണ്ടിട്ടതുപോലുണ്ട്. ഓമ്പേരി റാസ്കൽ, പരിശുദ്ധമായ പിതാവിന്റെ ഉടുപ്പ് ഇട്ടോണ്ട് തിരുട്ട് വേല പண்றதா? പേര് തോമസ് കൂട്ടത്തി ചവിട്ടി. കൂട്ടത്തിൽ ചവിട്ടിയേ ഞാനൊന്ന് എന്ത് ആമേൻ. ഇവന്റെ എല്ലൂരി ഞാനൊന്ന് ഉപ്പ് വെക്കും. അയാൾ ഈ പ്രശ്നത്തേക്ക് വെറുതെ വിട്ടേക്കണം സാർ. നിങ്ങൾ പറയും പോലെ വിടാനും പിടിക്കാനും വേറെ ആളെ നോക്കണം. ആരുടെ പെട്ടിയാ ഇവൻ അടിച്ചു മാറ്റിയത്? എന്റെയാ. പേരും അഡ്രസ്സും പറഞ്ഞു കൊടുക്ക്. അന്ന, ഫസ്റ്റ് BA, സെന്റ് തെരേസസ് കോൺവെന്റ്, ലേക്ക് വ്യൂ റോഡ്, കൊടൈക്കനാൽ. അപ്പുറത്ത് തന്നെ സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ട് കൊടുത്ത് പോ. എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ.
സദ്ഗുണ സമ്പന്ന ഇങ്ങോട്ട് വന്നേ. ഇതുകൊണ്ടാണ് പോലീസുകാർക്ക് സാക്ഷികളെ കിട്ടാത്തത്. ഒരു പെരുങ്കള്ളനെ പിടിച്ച് കൈ തന്നിട്ട് ഒരു നന്ദി വാക്ക് പോലും പറയാതെ എനിക്കിട്ട് 2 പെരുക്കും പെരുക്കി ഈ ലോക്കപ്പിനകത്ത് തള്ളി. ഇതെവിടുത്തെ ന്യായമാണ് സാർ? അന്നി ആക്കായിട്ടല്ല, ഇടിയായിട്ടാ. ഇനിയും വേണോ? ഇതിനു മുമ്പ് തന്ന ടൈപ്പ് ആണെങ്കിൽ വേണ്ട. ഓക്കേ. പെട്ടിക്കുള്ള പെട്ടി വെച്ച തിരുട്ട് വേല നിനക്ക് ആര് പറഞ്ഞു തന്നു? நான் அரிச்சந்திர மாதிரி ஒரு நல்ல மனிதன். ஆனா இந்த பிராட எனக்கு நல்லா தெரியும். இவன் தாடி താടി താടി പറയണോ? പഠിച്ചു കൊടുത്തോണ്ടിരുന്നവനാണ് സാർ ഞാൻ. അപ്പൊ നീ ബാർബറാ? ആമാ സാർ, നാങ്ക പരമ്പരയാ ബാർബറിയൻ ഫാമിലി. കള്ളന് താടി പഠിക്കുന്നവൻ പെരുങ്കള്ളനാ. ഞാനിപ്പോ അത് മനസ്സിൽ വിചാരിച്ചുള്ളൂ. അപ്പം മന്ത്രിയുടെ താടി പഠിക്കുന്നവൻ പ്രധാനമന്ത്രിയാ? രണ്ടിന് ജാമ്യമില്ലാതെ അകത്തുള്ളതാ. കന്യാശ്രമയെയും കുട്ടികളെയും മാനിച്ച് ഇപ്പൊ വെറുതെ വിടുന്നു. ഇന്ന് നിന്റെ അന്ത്യ. എന്താടാ പോവാത്തെ? സാർ, ഇവിടെ തെളിയാതെ കിടക്കുന്ന കേസുകൾ വല്ലതും ഉണ്ട്. എന്റെ തലയെ കെട്ടിവെച്ചിട്ട് 2-3 ദിവസം എന്നെ ഈ ലാക്കപ്പി തള്ളണം സാർ. ലോക്കപ്പിന് അപ്പാവകയോ ഉള്ള തള്ളർക്ക്? എന്നാൽ എനിക്ക് സെക്യൂരിറ്റി തരൂ സാർ, അല്ലെങ്കിൽ തോക്കെങ്കിലും താ. ഉനക്ക് സെക്യൂരിറ്റിയാ? പോടാ. സ്റ്റോപ്പ്. അപ്പോ இல்ல சார், உங்க மனசுல என்னமோ இருக்கு. മനസ്സിൽ ഇത് താനിരിക്കടാ. പൂ പൂ പുല്ലേ. പോറേ. ഓ, നല്ല കീച്ചായിരുന്നു. എങ്ങനെ ഇവിടെ രക്ഷപ്പെടേണ്ട രുദ്രംപിള്ളേ? അതറിയാമായിരുന്നു, നമുക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കേണ്ടി വരുമായിരുന്നു. ഞാൻ എന്റെ സെറ്റ് കൊണ്ടുവരാനും മറന്നു. വയർലെസ് സെറ്റ്. വെടി വെക്കരുതേ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കൊന്ന് മൂത്രം ഒഴിച്ചാൽ കൊള്ളാം. ഒഴിച്ചു കഴിഞ്ഞു, ഇനി അങ്ങോട്ട് പോണമെന്നില്ല. എന്നാലും പോവാ. ചേട്ടാ, ആൾക്കാരെ തെരഞ്ഞു പിടിച്ചാലോ കൊല്ലണം. ഞങ്ങളെ കൊല്ലാൻ കൊണ്ടോണേ. ഞങ്ങളെ തട്ടി ഒന്നും കിട്ടൂല. എന്നെ തോക്കേട്ടാ. ഞങ്ങളെ ഇതൊക്കെ ഇവര് പ്രശ്നക്കാരാ. ഇത് ഞാനാ, രുദ്രംപിള്ള. എത്രയും പെട്ടെന്ന് കൺട്രോൾ റൂമിലേക്ക് വയർലെസ് മെസ്സേജ് കൊടുക്കണം സാർ. ഈ തോക്കൊന്ന് പിടിച്ച് ഞാൻ പോയി വേഷമൊന്ന് മാറി, അല്ലെങ്കിൽ അവന്മാർക്ക് സംശയം തോന്നും. ബെന്നിക്കുട്ടി, ബെന്നിക്കുട്ടി, വാതിൽ തുറക്കടാ. ഇല്ല, ഞാൻ തുറക്കത്തില്ല. എടാ, വല്യമ്മച്ചാ വിളിക്കുന്നത്. വാതിൽ തുറക്കും മോനെ. ഇന്നലെ കാലത്ത് മുതൽ ഒരു തുള്ളി വെള്ളം പോലും കഴിച്ചിട്ടില്ല. ആരോടുള്ള വാശിക്കാ നീ ഇങ്ങനെ പട്ടിണി കിടക്കുന്നേ? അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. വല്യമ്മച്ച് പോയി ചോദിച്ചാ അവര് സമ്മതിക്കും. സോഫിയ അല്ലാതെ മറ്റൊരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതിലൊരു തീരുമാനമാവാതെ ഒരു സാധനം ഞാൻ ഈ വീട്ടിൽ നിന്ന് കഴിക്കത്തൂല്ല. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാ. അറിയാടോ, സലാഡില്ലേ? സലാഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ ഇങ്ങ് പുറത്ത് വാ മോനെ. സലാഡല്ല, സലോമി. സലോമിയുടെയും ബിദോവിന്റെയും കഥകൾ അമ്മച്ചു വായിച്ചിട്ടില്ലേ? അനശ്വര പ്രേമത്തിന്റെയും അടങ്ങാത്ത നൊമ്പരത്തിന്റെയും മക്കിടോ ഉദാഹരണങ്ങളാണ് അവർ. വെറുതെ മനക്കോട്ട കെട്ടത്തേ ഉള്ളൂ. ഇഷ്ടപ്പെടാൻ വേറെ ആരെയും കിട്ടിയില്ല അവന്. നടക്കുകയല്ല വെല്ലുകുട്ടിയെ, നടക്കുകയല്ല. എന്നാ വാതില് തുറക്കുകയല്ല വല്യമ്മച്ചി, തുറക്കുകയല്ല. അമ്മച്ചെങ്കിലും എന്റെ ഹൃദയവേദന ഒന്ന് മനസ്സിലാക്കണം. ഇന്ദുമേനോന്റെ ചന്തുലേഖയുടെ ഗതി അമ്മച്ചിക്ക് അറിയാലോ. റോമിയോ ജൂലിയറ്റിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഷാജഹാനെയും നൂർജഹാനെയും കുറിച്ച് കേട്ടിട്ടില്ലേ? പക്ഷേ എന്റെ വല്യമ്മച്ചി അങ്ങനെയല്ലെന്ന് എനിക്കറിയാം. പ്രേമ സാബല്യത്തിന് വേണ്ടി പടപൊരുതിയ ജീവൻ ത്യജിച്ച വീര യോദ്ധാക്കൾ ഇവിടേക്കാവും.
ആയിരിക്കും തന്നെ തന്നെ. ആ, വാ, വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ആ, വേണ്ട, 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 വേണ്ട. കുട്ടിയെ എഴുന്നേക്കണ്ട. കുട്ടിയെ കാണാൻ ഒരിക്കൽ എന്റെ മോൻ വരുന്നുണ്ട്. അവൻ ഇക്കാര്യത്തിൽ മറ്റവനേക്കാൾ വിടുക്കല കള്ളി. വാ, പോകാം. ഞാൻ അല്പം വൈകിപ്പോയി. എന്താ അല്ല, എനിക്കൊണ്ടൊരു മോനെ, അവന് വേണ്ടി കുട്ടി ആലോചിക്കാന്ന് കരുതിയപ്പോഴാ നായർ ഈ പ്രപ്പോസൽ കൊണ്ടുവന്നത്. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. സുന്ദരി കുട്ടി ഇങ്ങനെ വന്നേ, ഇങ്ങനെ വന്നേ. ടെൻഷൻ ആവാതെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ആ രാജയോഗം എന്റെ കയ്യിൽ ഇരിക്കട്ടെ. എടാ പട്ടി, ഞാൻ പാടുപെട്ട് ട്യൂൺ ചെയ്തെടുത്ത ശൃംഗ നീയായിട്ടത് പൊട്ടിച്ചാലുണ്ടല്ലോ. ഭയങ്കര നാടൻ കുടുങ്ങിയ മോളോട് സംസാരിക്കാൻ അവന് ഭയങ്കര നാണമെന്ന്. എന്റെ പോലെ ഇങ്ങനെയൊന്നും അല്ല, ഭയങ്കര ധൈര്യമാ. അങ്ങനെ പോയി അച്ഛൻ അപ്പുറത്തെങ്ങാനും വരുന്നുണ്ടോ എന്ന് പോയി നോക്ക്. അച്ഛനെ കിടന്ന് ഉറങ്ങ. തുടർന്ന് കാണും. ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നത്. ഇല്ല, ഉറങ്ങി ഉറങ്ങ. ഞാൻ ഉദ്ദേശിച്ചത് അല്ല, അത് പിന്നെ അവിടെയാണ്. അതാ ചെല്ലു ചെല്ലു. അച്ഛനെല്ലാം പറഞ്ഞു കാണുമല്ലേ. തൊട്ടതിന് സോറി. അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോ കുട്ടി ഇത്രയും സുന്ദരിയാന്ന് ഞാൻ കരുതിയില്ല. ഫോട്ടോ കണ്ടപ്പോ ഞാനും. ഇപ്പൊ ഒരേ ഒരു ടെൻഷനുള്ളൂ, ക്യാമ്പ് കഴിയുമ്പോ എന്താവോ ആവോ. അതെന്താ? അല്ല, നമ്മുടെ ഈ കല്യാണം അടിപിടി കല്യാണം അല്ല, അടിപൊളി കല്യാണം. എന്റെ ഒരു ഗതികേട്, ഒരു കള്ളന് പ്രേമിക്കാൻ മറ്റൊരു കള്ളൻ കാവല്. യ്യോ. ചതിച്ചോ? ആഹാ, എന്താണ് തുണിഞ്ചാരി? എവിടെ പോവാ? നമസ്കാരം. ഇന്നലെ വൈകിട്ട് കാറ്റ് കൊള്ളാൻ പോയപ്പോ അവിടെ വെച്ച് ഞാൻ എന്റെ കേസ് ഡയറി മറന്നു. ഞാനത് എടുക്കാൻ പോവാ. അത് അവിടെ തന്നെ ഇരിക്കട്ടെ, ഇപ്പൊ എടുക്കണ്ട. അതിന്റെ വില താങ്കൾക്ക് അറിയില്ല, എനിക്ക് എടുക്കണം. എടുത്തേ പറ്റൂ. അത് എടുക്കാതിരിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ആഹാ, എന്നാ താനും നോക്കണോ? ആഹാ. ഒന്ന് നിന്നെ, അത് എടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. എന്റെ കേസ് ഡയറി ഞാൻ എടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താ ഹേ? അതിനേക്കാൾ വില പിടിച്ച ഡയറി ഞാൻ തരാം. ഛെ, വിലയിലല്ല പ്രശ്നം, വില പിടിപ്പുള്ള പല രഹസ്യങ്ങളും അതിനകത്തുണ്ട്. അയ്യോ, അത് തന്നെയാണ് എന്റെ പ്രശ്നം. എന്ത്? അതിനേക്കാൾ വിലപിടിപ്പുള്ള രഹസ്യങ്ങൾ അവിടെ ഉണ്ട്. എവിടെ? അവിടെ. എവിടെ? ആ ഡയറിയിൽ അതിനേക്കാൾ നല്ല രഹസ്യമുള്ള ഡയറി ഞാൻ തരാം. എവിടെയെങ്കിലും? ആഹാ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡയറി മോഷ്ടിച്ചെടുത്ത് അതിലെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ താൻ ചാരനാണോ? അയ്യോ, അത് അല്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്തില്ല. ഒരു സാധുവായ വ്യക്തി എനിക്ക് പ്രമോഷൻ വേണ്ടോ? ആരെങ്കിലും കാണും, നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, പോയിക്കോളൂ, ഞാൻ ഇതുവഴി വന്നോളാം. അവനല്ലേ അവൻ? അവൻ തന്നെ. ഇറങ്ങി കളിക്കാൻ പോവാണോ? ഞാനും ഉണ്ടടാ നിരക്കാൻ. വഴി ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്റെ വഴി തരുകയാണ്. ഞാനിപ്പോ വടിയായനെ. ഇല്ലടാ അവിടെ. അയ്യോ, തെണ്ടി. അയ്യോ, ക്ഷമിക്കണം, ഞാൻ ഒന്ന് കണ്ടു. അവനെവിടെ? ഏതവൻ? നിങ്ങൾ ഈ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചല്ലേ അവൻ? ഉടുതുണി മാറുമ്പോ എന്റെ അയ്യോ. മുറി കയറിയെന്ന് തോന്നിയവാസം പറയുന്നു. അയ്യോ, ക്ഷമിക്കണം, ഞാൻ ഒന്ന് അയ്യോ, കണ്ടു. ഓടി വായോ, പെണ്ണുപിള്ള. ഓടി വായോ. ഏയ്, എന്താ? അവരെ വിടൂ. എന്താ ഇത്? എന്താ? എന്ത് പറ്റി? ഞാൻ തുണി മാറുമ്പോ ഇയാള് വന്നിട്ട് നോക്കി. മിസ്റ്റർ, മുകളിലത്തെ നിലയിൽ പുരുഷന്മാർക്ക് പ്രവേശനമില്ലെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ ആ കള്ളന്റെ പുറകെ വന്നതാണ്. അവനാ കള്ളൻ. വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. ഒരുപാട് നോട്ടോ ഇയാളുടേത്. അയ്യോ, എന്റെ പൊന്നു മഞ്ഞ പെങ്ങളെ, ഇതെന്റെ ജോലിയുടെ പ്രശ്നമാണ്. എനിക്ക് അവനെ കിട്ടണം, കിട്ടിയേ പറ്റൂ. ഇത്തരം ഒരു സ്ഥാപനത്തിൽ കയറി വേണ്ടാതിനും കാട്ടുന്ന ഇയാളെ വെറുതെ വിടരുത്. അയ്യോ, മാഡം, ഇവന് പിന്നെ എന്താ 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 പ്രശ്നം? എന്താ കാണിച്ചെന്നറിയോ? സ്ത്രീകൾ ഡ്രസ് മാറുന്നിടത്തെന്ന് ഒളിഞ്ഞു നോക്കി. ഒളിഞ്ഞു നോക്കാൻ പോയതല്ല, പിടിക്കാൻ പോയതാ. അടിച്ചതിന്റെ ചെപ്പക്കുറ്റി ഞാൻ നിരപരാധിയായ ഒരു പോലീസുകാരനെ കുരിശി തറക്കരുത് കുഞ്ഞു പെങ്ങളെ. അവൻ അകത്തുണ്ട്, അവനെ പിടിക്കാൻ പോയതാ. ഏതവൻ? അവൻ ഇയാൾക്ക് വട്ട. വട്ടന്റെ അപ്പനാടാ പുല്ല. മിനിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് മാത്രം അയാൾക്ക് ഇവിടെ റൂം കൊടുത്തത്. ഇമ്മാതിരി അലവലാതെയാണെന്നുള്ള വിവരം നമുക്കറിയോ? അയ്യോ കൂട്ടുകാരാ, മതി മതി, ഞങ്ങൾക്കുള്ള ഒരു രോഗിയുമില്ല. അയ്യോ. ഇമ്മാതിരി കുരുത്തുകൾ കളിച്ചോനെ എത്രയും പെട്ടെന്ന് ഗേറ്റിൽ പുറത്താക്കി വാതിൽ ഇറക്കാൻ അതാ വേണ്ടത്. പണി കണ്ട പൊട്ടിച്ചാലും കുഴപ്പമില്ല. അയ്യോ,
ചതിക്കരുത് കൂട്ടുകാരെ, അവരെ പറഞ്ഞു പ്രേരിപ്പിച്ച് എന്നെ ഇടിപ്പിക്കരുത്. ദേ അവൻ ഇതിനകത്തുണ്ട്, എന്റെ ഏര ഇതിനകത്തുണ്ട്. കണ്ടേ ശ്രീലമ്പാരൻ. അയ്യോ സാറേ, ഞാൻ ആ സ്വഭാവക്കാരനല്ല. ഇയാളെ പിടിച്ച് അയ്യോ, പുറത്താക്കാൻ പറ്റട്ടെ. എന്റെ പൊന്നു മാനേജർ സാറേ, ഞാൻ പറഞ്ഞ സത്യമാണ്. ഞാൻ എന്റെ അന്വേഷണം ഒന്ന് പൂർത്തിയായിക്കോട്ടെ. പുറത്ത്. അയ്യോ, പുറത്ത് വെച്ച് പറ്റില്ല. ഇതായിട്ട് ബാക്കി വെക്കേണ്ട അടുത്തോട്ട് പോ. ഡാനിയലേ, ഏത് നായ്ക്ക് ഒരു ദിവസം വരുവടാ, അന്ന് ഞാൻ നിന്നെ കടിച്ചോളാം. അവിടെ പടി അവിടെ നിന്നാ. ഇതാ ഈ ലൈറ്റുകൾ അണയുകയായി. നിമിഷങ്ങൾക്കകം നിങ്ങളുടെ വാച്ചുകളും മാലകളും വളകളും പേഴ്സുകളും പണവും എല്ലാം എല്ലാം നിങ്ങൾ അറിയാതെ ഒഴുകി ഒഴുകി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കേ, റെഡി? റെഡി 1, റെഡി 2, റെഡി 3. ഗുരുവേ ശക്തി തരൂ. എല്ലാവരും കണ്ണുകൾ അടച്ചിരിക്കൂ. വസ്തുക്കൾ ഇതാ നിങ്ങളിലേക്ക് വരുന്നു. ഇതുവരെ ഒന്നും വന്നില്ലല്ലോ. നിങ്ങൾക്കോ? ഇല്ല, കണ്ണടച്ചിരുന്നിട്ട് കുറെ നേരമായല്ലോ. തനിക്കടോ? വരുമെന്നേ, ഒന്ന് ക്ഷമിക്കേ. കലാസ്നേഹികളെ, നിങ്ങൾ ഈ അനുഭവം മറക്കില്ല. കാരണം നിങ്ങളുടെ വിലപ്പെട്ടതെല്ലാം ഞാൻ അടിച്ചു മാറ്റി കഴിഞ്ഞു. മോഷ്ടിച്ചു. നിവൃത്തിയേടുകൊണ്ടാ. ദയവിച്ചത് എന്നെ ഫോളോ ചെയ്യരുത്. ഈ വണ്ടർ വാനിഷിംഗ് ജമ്പർ എനിക്കൊരു ബമ്പറാക്കി തന്ന നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാനിഷ് ആകുന്നു. ജയ് ഹിന്ദ്. ഇവ മാന്ത്രികനൊന്നല്ല, കള്ളനാ, ഓടി. അതെ അതെ അതെ, ഞാൻ മാന്ത്രികനല്ല. ബട്ട് ആക്ച്വലി അവിടെ സംഭവിച്ചെന്നറിയോ? ഇന്ദ്രജാലം കഴിഞ്ഞോ? ഇത് രണ്ടാമത്തെ ഐറ്റമാണ്. ഇങ്ങനെ ഓടിക്കരുത്, തൊട്ട് തെറിക്കും. വാടകയ്ക്ക് എടുത്തതാണ്. എല്ലാവരും പി ട്യൂഷന്മാരാണോ? എന്തൊരു സ്പീഡ്! ഇത് മാരത്തോണല്ല, ചെറിയ കള്ളനാണ്. അന്നാ ചിക്കൻ അങ്ങനെ പോയിട്ടുണ്ട്. എല്ലാവരും ഓടിവാ ഓടിവാ. ആരും ഓടിപ്പോ ഓടിപ്പോ. എല്ലാവരും പോക്കോ. ആഹാ, എടാ ചാൻസ്. പിന്നെ ഞാൻ ആരാടാ പട്ടിയത്? നിങ്ങളവിടെ നിൽക്കില്ല. നിന്നാ പിന്നെ ഒളിക്കാണോ? അല്ലെങ്കിൽ പോരോ? ഐ ആം ഡിറ്റക്റ്റീവ് ഹെൻറി. എന്നെ ആരും ഫോളോ ചെയ്തത്. ആദ്യം പറഞ്ഞേ. ഈ ഡിറ്റക്റ്റീവ് ഹെൻറി ആരാണെങ്കിൽ നിങ്ങൾ ഞാൻ എടുത്തോളാണോ? കർത്താവേ, ഒരു 2 ലക്ഷം രൂപയുടെ വകയെങ്കിലും അതിനകത്ത് ഉണ്ടാവണേ. എങ്കിൽ പിന്നെ ഈ ചാൾസ് മോഷണത്തിനോ പോക്കറ്റടിക്കോ യാതൊരു വിധ തരികടയ്ക്കും പോവില്ല. കർത്താവിന് വേണ്ടി വേണമെങ്കിൽ അച്ഛനാവാനും ഈ ചാൾസ് തയ്യാറാ. പിതാവേ രക്ഷിക്കണേ. എന്റെ കൂടെ പഠിച്ച സുഹൃത്തെ, 2 ചോട്ടാ കള്ളന്മാര് കാരണം പെൻഷൻ തരാതെ പോലീസിൽ നിന്നും നാളെ എന്നെ പിരിച്ചുവിടുകയാണ്. ഇതുമൂലമുണ്ടായ നാണക്കേടും മാനഹാനിയും സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. എന്റെ മരണത്തിന് പ്രസ്തുത 2 പ്രതികളും നിങ്ങളുമാണ് ഉത്തരവാദികൾ. ലോകത്തെ വെറുക്കുന്ന ഒരു പാവം പോലീസുകാരൻ, ഉച്ചക്കഞ്ഞി രുദ്രംപിള്ള. ഒപ്പ് വീട്ടിൽ പോയി കഞ്ഞി കുടിച്ചിട്ട് ചത്താ കൊള്ളാവുന്നുണ്ടായിരുന്നു. സാരമല്ലേ, ഇത് കഴിഞ്ഞിട്ട് കുടിക്കാം. ദൈവം. എല്ലാവരും സൂക്ഷിക്കണേ, സൂക്ഷിച്ചാ.
കുട്ടിക്കിറങ്ങിയില്ല കുട്ടിയാളാ എന്താ ലവ് ലെറ്ററോ? അയ്യോ ചതിച്ചല്ലോ. എന്റെ കൂടെ പഠിച്ച ഉച്ചക്കഞ്ചി രുദ്രംപിള്ള മുങ്ങിച്ചത്ത രുദ്രംപിള്ള ആയല്ലോ മറച്ചോനെ. പോയി അടുത്ത ഗ്രൂപ്പിനെ കൊണ്ടുവരും. ഇവരിതെങ്ങോട്ടാ? എങ്ങോട്ടായാലും ഇത്തവണയും വിടില്ല. ആത്മഹത്യ പിന്നെ ചെയ്യാം. രണ്ടാണിപ്പഞ്ചം. അയ്യോ ആണി കൊള്ളണ്ട. സൊല്യൂഷൻ വേണ്ടേ? ആ നാരങ്ങ മാങ്ങ രണ്ടും ഉണ്ട്. നാരങ്ങ മതി. ആ ചാൾസ് ചെറ്റ ഇതുവഴി എങ്ങാനും വന്നോ? ആര്? നമ്മുടെ പുതിയ കായകളെ കൊച്ചുണ്ണിയാ? ആ. ഇല്ലല്ലേ. ആ തലതിരിഞ്ഞവനെ ഈ നാട്ടിൽ നിന്ന് കെട്ടിച്ചില്ലെങ്കിൽ എന്റെ പെട്ടി പൂട്ടും. എന്ത് പറ്റി? അണ്ണന്റെ പെട്ടി അവൻ പൂട്ടിയാ? എന്നെ പൂട്ടാനോ? അതിന് ഇത്തിക്കര പക്കി രണ്ടാം ജന്മം ജനിക്കണം. ഈ കുടക്കനാലിൽ ഇനിയൊരു തിരടന് സ്ഥാനമില്ല. അതിന് പറ്റിയ പണി ഞാൻ ഇന്നിറക്കി. പോലീസിൽ എനിക്കുള്ള ഹോൾഡ് എന്താണെന്ന് അവന് മനസ്സിലാക്കി കൊടുത്തു. ദേ അവനിനി എന്നെ കണ്ടാ വിറയ്ക്കും. വിറയ്ക്കോ വിറപ്പിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷേ ഇനി പോലീസ് വേഷം കെട്ടാനേ എന്നെ കിട്ടത്തില്ല. നീ ഓടാ എഴുന്നേറ്റ്. പോലീസും പട്രോളും ശോഭരാജിന് ഗ്രാസാടാ. നീ ഒരു സൂര്യ കൊടുത്താ അതൊക്കെ കുറച്ചാ കൊന്നുകളിൽ നിന്ന്. ഇനി ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. നോക്ക്. ആ തെണ്ടിയെ വഴിയിലെങ്ങാനും കണ്ടാ പിടിച്ച് രണ്ട് പൊത്തു കൊത്തണം. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ ശോഭരായന്റെ തനിനിറം എന്താണെന്ന് അവൻ മനസ്സിലാക്കും. എന്റെ ഒരു ചെറുവിരൽ പോലും ഇല്ലാത്ത അശു. എന്ത് ചെയ്യാം? വഞ്ചന എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പോയ അനിയാ. എന്നാൽ ആ രക്തം ഞാൻ ഇന്ന് പുറത്തൊഴുക്കും ചേട്ടാ. അടയ്ക്കാതെ ഒഴുക്കനിയാ. പിച്ചക്കാരാ, ഞാനാണ് പാലാ പൗലോസ്. ഈ ലോകത്ത് മുതലാളിമാർ മാത്രം പോരാ, പിച്ചക്കാരൻ വേണം. ഈ പാലാ പൗലോസ് പിച്ചക്കാരെ എൻകറേജ് ചെയ്യുന്നവനാണ്. താങ്കളുടെ പോയി ചിക്കൻ 60 സ്കോച്ച് വിസ്കിയും കഴിക്കും. പൗലോസിന് തരും. എത്ര വേണമെങ്കിലും പൈകോ. തലയ്ക്കും ഇത് ശൂന്യാകാശം, താഴെ മരുഭൂമി. ആരാ ഭൂമിയിലൊന്ന് വീണത്? മനുഷ്യപുത്രനാണേ. അനിയൻ രാവിലെ ഫിറ്റാ? സാറ് മലയാളിയാ? അല്ലടാ കൊലയാളി. കൊലയാളി എന്നെ കൊല്ലല്ലേ? നീ എന്തിനാ രാവിലെ ഫിറ്റാ എന്നാ ചോദിച്ചത്? ഞാൻ ഫിറ്റ് അല്ല സാർ, ഗൈഡാ. ഗൈഡാ? നീ വളഞ്ഞിട്ടിരുന്ന കാലം വെച്ച് നീ എന്തും ഗൈഡുക? എന്താ സാർ? അല്ല, നീ ഈ വടി എങ്ങനെ ഇതിനകത്ത് കുത്തിക്കയറ്റി? അതൊരു കഥയാണ്. ഈ വടി കയറ്റിയതാ? വടി കയറ്റിയതല്ല, പിന്നെ എന്റെ ജീവിതം. അമ്മയും ഞാനും 4 സഹോദരിമാരും അടങ്ങുന്ന ഒരു ഒറ്റയാൻ കുടുംബമാണ് ഞങ്ങളുടേത്. സാറ് പോയാ? ഇവിടെ സാറിനറിയോ, എന്റെ കുടുംബത്തിന്റെ തൂണ് ഞാനാണ്. അപ്പൊ നിന്റെ വീടിന് വേറെ തൂണൊന്നുമില്ലേ? അതല്ല, ആശ്രയം. ഒരു എഫിഷ്യന്റ് ഗൈഡായിരുന്ന ഞാൻ ചെക്കോസ്ലോവാക്കിയിൽ നിന്ന് വന്ന ഒരു സാഹിബിനെ സൂയിസൈഡ് പോയിന്റ് കാണിക്കാൻ കൊണ്ടുപോയതാ. എന്നിട്ടാണ് സൂയിസൈഡ് ചെയ്തോ? ചെയ്തില്ല സാർ. കൊക്കയിലേക്ക് കാല് തെറ്റി വീണ് അയാളെ രക്ഷിക്കാൻ വേണ്ടി ഞാനും കൊക്കയിലേക്ക് എടുത്തു ചാടി. എന്റെ കയ്യിൽ നിന്ന് പോയനെ. എന്റെ അമ്മയുടെ ഭാഗ്യം, ഒരു ജപ്പാൻ ഓർക്കിഡ് മരത്തിൽ എനിക്ക് പിടുത്തം കിട്ടി. പക്ഷേ ആ വീഴ്ചയുടെ ആഘാതത്തിൽ എന്റെ കാല് തളർന്നു പോയി സാർ. ഒരു സൈഡ് മുഴുവൻ തളർന്നു പോയി സാർ. അതെ സാർ, ഇന്നെന്റെ കുടുംബം പട്ടിണിയാണ് സാർ. ഞാൻ സാറിനോട് ഗൈഡായിട്ട് വരാം. എനിക്കൊരു 100 രൂപ തന്നാ മതി. ഇല്ല, ഞാൻ നിനക്ക് പൈസ തരില്ല. തരില്ലേ സാർ? എന്റെ കുടുംബത്തെ രക്ഷിക്കില്ലേ സാർ? ഇല്ല, ഒരു 100 രൂപ കൊണ്ട് നിന്റെ കുടുംബം രക്ഷപ്പെടില്ലടാ. നിന്റെ കാല് ഞാൻ ചികിത്സിച്ച് ഭേദമാക്കും.
ഇന്ന് തന്നെ നിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അത് വേണ്ട, ഹോസ്പിറ്റലിൽ വേണ്ട. എന്റെ കാല് ചികിത്സിക്കാൻ ഒരേ ഒരു ഡോക്ടർക്ക് മാത്രമേ കഴിയൂ. അതാരാടാ? ഡോക്ടർ രാമമൂർത്തി, ന്യൂറോ സർജൻ. ഭയങ്കര തിരക്കുള്ള ഡോക്ടറാ. രാവിലെ ഫ്ലൈറ്റിന് അമേരിക്കയ്ക്ക് പോകും, വൈകിട്ട് തിരിച്ചു വരും. ഇടക്കിറങ്ങൂലേ? ഉച്ചയ്ക്കുണ്ടായി ലണ്ടനിൽ ഇറങ്ങും. അയാളുടെ കൺസൾട്ടിംഗ് ഫീസ് 25,000 രൂപയാണ്. അത്രയും തുക സ്വപ്നം കാണാൻ കൂടി എനിക്ക് കഴിയില്ല സാർ. ഞാൻ സാറിന് സ്ഥലമൊക്കെ കാണിക്കാം. എനിക്ക് 100 രൂപ തന്നാ മതി സാർ. 25,000 രൂപ പൗലോസിന് പുല്ലാരാ. വേദനിക്കുന്ന ഒരു കോടീശ്വരനാടാ ഞാൻ. പക്ഷെ വംശനാശം വന്നു പോയില്ലേ? വംശനാശം വരാൻ സാർ സിംഹാലം കുറഞ്ഞ അല്ല, സാറ് വലിയൊരു മനുഷ്യനാണെന്ന് പറയായിരുന്നു. നീ നാളെ ഹോട്ടൽ ഹിൽവിലേക്ക് വാ. നിനക്ക് കാശ് ഞാൻ തരും. താങ്ക് യു സാർ. പൗലോസ് സാർ. ഓ സാർ. 25,000 രൂപ നിന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കാവടാ. മിനിസ്റ്ററെ സ്വീകരിക്കാൻ നമ്മൾ ചെല്ലാത്തോണ്ട് ആർക്കും സംശയം ഉണ്ടാവുമോ? സംശയം ഉണ്ടായാലും കുഴപ്പമില്ല. അങ്ങോട്ട് ചെന്ന് എസ്കോട്ട് വന്ന വല്ല പോലീസുകാരൻ വായിച്ചെന്ന് വെട്ടാ പോയില്ലേ? അതും ശരിയാണ്. എന്റെ ഈശ്വര, ഈ കോമ്പൗണ്ടിനകത്ത് ഒരു പോലീസുകാരൻ കയറില്ലേ? എക്സ്ക്യൂസ് മീ. നമ്മളിവിടെ ഉള്ള കാര്യം ഏത് തെണ്ടിയോടെ ഇയാളോട് പറഞ്ഞു? നീയാണോ? മിസ്റ്റർ ഡാനിയൽ, ഇപ്പോഴാ കിട്ടിയത്. ഇത് മിസ്റ്റർ ഭദ്രംപിള്ള. രുദ്രംപിള്ള. സോറി, രുദ്രംപിള്ള, പോലീസ് കോൺസ്റ്റബിളാ. അറിയാം. എങ്ങനെ അറിയാം? മുഖവും മീശയും കണ്ടാൽ അറിയാലോ സാർ ഒരു പോലീസുകാരനാണെന്ന്. 2 ദിവസത്തേക്ക് മിസ്റ്റർ രുദ്രംപിള്ള ഡാനിയലിന്റെ റൂമിലായിരിക്കും താമസിക്കുക. അപ്പൊ പലരുടെ അയാള് സമ്മതിച്ചു. അത് വേണോ സാറിന് ബുദ്ധിമുട്ടാവില്ലേ? അയ്യോ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഈ തറയിൽ കിടന്നോളാം. നിങ്ങൾ ഒരു കാര്യത്തിലും ഞാൻ ശല്യപ്പെടുത്തുകയില്ല. ഞാൻ ഇവിടെ നിന്നിരുന്നോട്ടെ. ഞങ്ങളെ കിടത്താതിരുന്നാ മതി. അയ്യോ, എനിക്കിപ്പോ കിടക്കണമെന്നൊന്നുമില്ല. ഞാനേ കിടക്കുമ്പം നേരം വെളുക്കും. അല്ല, സാറന്മാരെ പരിചയപ്പെട്ടില്ലല്ലോ. അച്ചുവോ? അല്ല, KP നായർ, സീ ഫുഡ് എക്സ്പോർട്ടറാ. ഞാൻ പാർട്ണറാ, ഡാനിയൽ എം. ടി. ഞങ്ങളുടെ ബിസിനസ് പ്രോബ്ലംസ് കാരണം ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതാ. എനിക്കങ്ങനെ ഒരു ഭാഗ്യമില്ല സാറേ. ഞാൻ കഷ്ടകാലം പിടിച്ച ഗതികെട്ട ഒരു പോലീസുകാരനാ. അതെന്താ മിസ്റ്റർ രുദ്രൻപിള്ളേ? 2 കള്ള തിരുമാലികൾ കാരണം ഞാനിപ്പോ സസ്പെൻഷനില്ല. അവന്മാരെ തേടി ഇറങ്ങിയതാ ഞാൻ. ആ വേന്ദ്രന്മാരെ ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും എവിടെ വെച്ച് കണ്ടാലും ഞാൻ പിടിച്ചിരിക്കും. അവന്മാരെയും കൊണ്ട് രുദ്രൻപിള്ള ഇവിടുന്ന് മടങ്ങും. സാഹചര്യം മൂലം അതിന്റെ സമ്മർദ്ദം കൊണ്ട് കള്ളന്മാരായി പോയ 2 ചെറുപ്പക്കാർ. അവർക്ക് മാപ്പ് കൊടുത്തുകൂടാ മിസ്റ്റർ രുദ്രൻപിള്ളേ? മാപ്പ് കൊടുക്കാനോ? അല്ല രുദ്രൻപിള്ളേ, മിസ്റ്റർ, ഇതിലും വരെ എത്ര കേസുകൾ ഈ പോലീസുകാർ പണം വാങ്ങി തേച്ചു വച്ചു കളയുന്നു. അങ്ങനെ ഒരു പോലീസുകാരനല്ല ഞാൻ. എന്റെ പ്രൊമോഷൻ പോയി പോട്ടെ, ഇപ്പൊ ജോലിയും പോകും. എന്നെ പെരുവഴിയിലാക്കിയിട്ട് രക്ഷപ്പെട്ട അവന്മാരെ വെറുതെ വിടില്ല ഞാൻ. അപ്പോഴെങ്ങാനും അവന്മാരെ എന്റെ കൈ കിട്ടിയാ ഞാൻ ഇത് ക്ഷമിക്കണം, ഞാൻ സ്വപ്പം മോഷണലായി പോയി. സാരമില്ല രുദ്രൻപിള്ള, യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലേ, പോയൊന്ന് കുളിക്ക്, ഒന്ന് ബസ്സായിട്ട് വെച്ചോ. ചൂടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. നല്ല അസല് ചൂടുകളുണ്ട്, പോയി കുളിക്ക. എവിടെയാ കുളിമുറി? പോയിക്കോളൂ. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എനിക്ക് മനസ്സിലായി, ഞാൻ വകയ്ക്കൊള്ളാത്തൊരു പോലീസുകാരനാണെന്നും അവന്മാരെ പിടിക്കാൻ കെൽപ്പില്ലാത്തവനുമാണെന്നല്ലേ സാർമാർ രഹസ്യം പറഞ്ഞത്? I am a sincere man, police, no? പോയി കുളിച്ചോളൂ. 1 minute, 2 minutes. ഞാനിവിടെ ഒരു അന്വേഷണത്തിന് വന്ന കാര്യം നമ്മൾ 3 പേരും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. പോയിക്കോളൂ, പോയി കുളിക്കൂ മിസ്റ്റർ രുദ്രൻപിള്ള. പ്ലീസ് ടേക്ക് യുവർ ബാത്ത്. എന്റെ ഈശ്വര, ഇത് ഇയാളുടെ അവസാനത്തെ കുളി ആയിരിക്കണേ. അയ്യോ, എന്നെ ആൾമാരെ എന്താ നായർ, എന്തു പറ്റി? അവനെ കൊല്ലണം, അല്ലെങ്കിൽ തന്നെ എന്താ പറ്റിയത് പറയൂ. മിസ്റ്റർ നായർ, മിസ്റ്റർ നായർ. തേ തേ
എവിടെ? എക്സ്ക്യൂസ് മീ, ഈ ഡാൻസ് സ്കൂൾ എവിടെ കണ്ടു നല്ല പരിചയമുണ്ടല്ലോ. ബാംഗ്ലൂർ ഉണ്ടായിരുന്നോ? ബെന്നിയല്ലേ? ഓ ഗാഡ്, എന്റെ പേരും അറിയോ? എനിക്കാദ്യം പിടികിട്ടിയില്ല. കുട്ടി ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ നൃത്തം പഠിക്കുക. ആഹാ, ഇറ്റ്സ് ക്വൈറ്റ് സർപ്രൈസ്. ടു ബി വെരി ഫ്രാങ്ക്, ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെന്ന് കണ്ടപ്പോ തോന്നിയതേ ഇല്ല. കുട്ടിക്കാലം തൊട്ടേ നൃത്തം എന്റെയും ഒരു വീക്ക്നെസ് ആയിരുന്നു. പഠിക്കണമെന്നും പറഞ്ഞ് വീട്ടുകാരോട് ഒത്തിരി വാശിയും ബഹളമൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ് അവരെ സ്കൂളിലേക്ക് തള്ളിവിടുമായിരുന്നു. അവരുടെയൊക്കെ മനസ്സില് വെള്ള കോട്ടുമിട്ട് കഴുത്തിൽ ടെലിസ്കോപ്പ് മണിഞ്ഞ ഡോക്ടർ ബെന്നിക്കുട്ടിയായിരുന്നു. ഈ ചിലങ്കയുടെ മഹാത്മത്തെ കുറിച്ച് അവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ജനറേഷൻ ഗ്യാപ്പേ. ഇനിയിപ്പോ ഒന്ന് കൊടുത്താലോ, അല്ല പഠിച്ചാലോ എന്ന് ആലോചിക്കാം. അപ്പോ ഡോക്ടർ പണി വേണ്ടെന്നാണോ? അല്ല, ഞാൻ ഡോക്ടറാണെന്ന് കുട്ടിക്ക് എങ്ങനെ അറിയാം? ഇപ്പൊ പറഞ്ഞില്ലേ? ഓ കറ ശരിയാ, ഞാനത് ഓർത്തില്ല. ഡോക്ടർ പണി വേണ്ടാന്നല്ല, മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായാൽ അത് നുള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അയ്യോ, ഇതാരാ? മോളിന്ന് വീണാന്ന് തോന്നണേ. അത് പോട്ടെ. സോഫിയക്ക് അറിയാമോ, മെഡിക്കൽ കോളേജിലെ അനാട്ടമി ലാബിനുള്ളിൽ മനുഷ്യഹൃദയവും തലച്ചോറും ഒക്കെ കീറി മുറിച്ച് പഠിക്കുമ്പോഴും മനസ്സിൽ മുഴുവൻ ഭരതമുനിയുടെ നാട്യശാസ്ത്രവും നന്ദികേശന്റെ അങ്ങനെ പലതുമായിരുന്നു. ആഗ്രഹങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി വീർപ്പ് മുട്ടിക്കഴിഞ്ഞിരുന്ന ഒരു കലാകാരന്റെ മനസ്സിപ്പോ സട കുടഞ്ഞെണീറ്റ് സോഫി. സോഫിന്റെ നിന്ന് വിളിക്കാൻ കാർ ഇവിടെ വരും. ചിലപ്പോ കാർ ലേറ്റ് ആയാലോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ബെന്നി പോയിക്കോളൂ. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. അപ്പോ ഡാൻസ് സ്കൂളിൽ പോണ്ടേ? ഓ, എന്തായാലും ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളൂ. വേറെ കാര്യം, ഫസ്റ്റ് ഡ്രോപ്പ് ദെൻ ഡാൻസ്. വരൂ പ്ലീസ്. ഒന്നും പറയണ്ട പ്ലീസ്. എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഡ്രോപ്പ് ചെയ്തില്ലെങ്കിൽ അന്നത്തെ ദിവസമേ ഉറക്കം വരില്ല. എന്താണെന്നറിയില്ല. വേറൊന്നും ഞാൻ നിർബന്ധിക്കില്ല. ഒറ്റ ഐസ്ക്രീം പ്ലീസ്. വീട്ടേ മുതലാളിയുടെ പെങ്ങള് വന്ന് അങ്ങോട്ട് ചെല്ല്. അവിടെ ഇരിക്കാം. അതിലൊന്നും നോക്കിയിട്ടൊരു കാര്യമില്ല. വെറുതെ കസ്റ്റമേഴ്സിന് വരട്ടാനുള്ള നമ്പർ അല്ലേ ഇതൊക്കെ. ഇത് ഇവിടം വരെ എത്തിയ ഇത് അസ്ഥി പിടിച്ച ലക്ഷണമാണ്. സോറി, മാറി. ബില്ലുണ്ട് ഒരു. വേണ്ട സർ. വേണ്ട സർ. കണ്ടില്ലേ, ഇതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഒരു കടയിൽ കയറി സാധനം വാങ്ങാൻ പറ്റത്തില്ല, ഒരു തിയേറ്ററിൽ കയറി സിനിമ കാണാൻ പറ്റത്തില്ല. കാശ് വാങ്ങില്ലെന്നേ. അല്ല, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രഗത്ഭനായ ഒരു ഡോക്ടറോട് നാട്ടുകാർക്കുണ്ടാവുന്ന ബഹുമാനം ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇതിന്റെ ഓണർ അപ്പച്ചന്റെ ഒരു ഫ്രണ്ടാ. ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. ഗ്യാസ്, ഷുഗർ, പ്രഷർ, പിന്നെ വേറെ സാധനം ഉണ്ടല്ലോ, ഓർക്ക പറയാൻ കൊള്ളില്ല, പൈൽസേ. സകല വൃത്തികെട്ട അസുഖങ്ങളുള്ള പണക്കാരനായ ഒരു മനുഷ്യൻ. ഇപ്പൊ എന്റെ ട്രീറ്റ്മെന്റില്ല. നമുക്ക് ഇറങ്ങാം. ആ, എന്താ ചേട്ടാ കാശ് വേണ്ടെന്ന് പറഞ്ഞ? അത് പിന്നെ മുതലാളിയുടെ പെങ്ങടെ നിന്ന് കാശ് വാങ്ങാൻ പറ്റുമോ സർ? സോഫി, ഞാൻ പറഞ്ഞൊക്കെ വിശ്വസിച്ചല്ലേ? എങ്ങനെയുണ്ട് എന്റെ തമാശ? ഇനിയും തന്റെ എന്താ ചിരിക്കാൻ വന്നാണോ? അല്ല, ഈ അഡ്മിഷൻ കാർഡ് ശരിക്കും വേണോ? എന്താ നിങ്ങൾക്ക് കാർഡില്ല? ഇയാളുടെ കയ്യിൽ കാർഡില്ല. നിങ്ങൾക്കും കാർഡില്ലേ? എന്റെ കയ്യിൽ കാർഡില്ല, പക്ഷെ ഇയാളുടെ കയ്യിലും കാർഡില്ല. അപ്പോ രണ്ടുപേരുടെ കയ്യിലും ഇല്ല. ഇല്ല. എന്താ പേര്? ഞാൻ നായർ, KP നായർ. ഇത് ഡാനിയൽ. ഡാനിയൽ എം ഡിസൂസ ഫ്രം പരപ്പനങ്ങാടി. കാർഡില്ലാത്തവർക്ക് അഡ്മിഷൻ കൊടുക്കാൻ നിവൃത്തിയില്ല. ഞങ്ങള് നാട്ടിൽ വളരെ ഫേമസാ. സംശയം ഉണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും കോടതിയിലൊക്കെ വേണ്ടപ്പെട്ടവരാ ഞങ്ങൾ. അതുകൊണ്ടായില്ല.
ഇവിടെ ആർക്കും നിങ്ങളെ അറിയില്ലല്ലോ. എനിക്കറിയാം. ഇവരെ രണ്ടുപേരെയും എനിക്ക് നന്നായിട്ട് അറിയാം. നാട്ടിലെന്റെ അടുത്ത വീട്ടുകാരെ ഇവര്. അതെ അതെ, ഞങ്ങൾക്ക് എത്രയും വേണ്ടപ്പെട്ടവരാ. ഇവിടുത്തെ ഫോർമാലിറ്റീസ് കുട്ടി വിചാരിച്ച ചെയ്യാവുന്നതുള്ളൂ. ഇത്രയും ദൂരം വന്നതല്ലേ, ഇവരുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കാം. പ്ലീസ്, ഞാൻ മാനേജ്മെന്റുമായി ഒന്ന് ആലോചിക്കട്ടെ. പ്ലീസ് ടേക്ക് ഇറ്റ് അപ്പ്. താങ്ക് യു മോളെ, ഗോഡ് ബ്ലസ്. നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് എനിക്ക് തീരെ സഹിക്കാനാവില്ല. വീണ്ടും കാണാട്ടോ. ഏതാടാ ആ സാധനം? മിസ് ഹേമയുടെ പ്രത്യേക താല്പര്യത്തിൽ മാനേജ്മെന്റിന്റെ പെർമിഷനോടുകൂടി മിസ് നായർക്കും മിസ് ഡാനിയലിനും അഡ്മിഷൻ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് റൂം ചാറ്റിംഗിലേക്ക് കടക്കാം. സ്ത്രീകളെല്ലാം മുകളിലത്തെ നിലയിലേക്ക് പോകേണ്ടതാണ്. പ്ലീസ് ടേക്ക് ദം. നമ്മളല്ല ലേഡീസാ. റൂം നമ്പർ 125, മിസ്റ്റർ ശാന്തസുന്ദരം. മിസ്റ്റർ ശാന്തസുന്ദരത്തോടൊപ്പം മിസ്റ്റർ പാച്ചു പ്ലാന്റേഷൻ. ഹലോ ഹലോ. പ്ലീസ് കം. റൂം നമ്പർ 121, റിട്ടയർഡ് ജഡ്ജ് മിസ്റ്റർ ഗോദവർമ്മ. മിസ്റ്റർ ഗോദവർമ്മയോടൊപ്പം മിസ്റ്റർ KP നായർ. ബെസ്റ്റ് കോമ്പിനേഷൻ, ജഡ്ജിയുടെ കൂടെ ഒരു കള്ളൻ. എനിക്ക് തലോറ്റൽ തുടങ്ങിയതാ. ഹലോ. ഹലോ, കമാൺ പ്ലീസ് കം. കമാൺ. എന്നെ കൊല്ലാൻ കൊണ്ടുപോകണോ? എന്നെ കുറിച്ചൊന്നും പറഞ്ഞേക്കല്ലേ. റൂം നമ്പർ 127, മിസ്റ്റർ ഡാനിയൽ. മിസ്റ്റർ ഡാനിയലിനോടൊപ്പം മിസ്റ്റർ ഫൽഗുനൻ. എവിടെ എവിടെ? വായിക്കൂ. ദൈവമേ, അവനെ കൊല്ലാനാ കൊണ്ടുപോയത്. എന്നെ എന്തിനാണാവോ കൊണ്ടുപോണത്? മാർഗരറ്റ് പറയുന്നതിലും കാര്യമുണ്ട്. ബാക്കിയുള്ളവരൊക്കെ മുറികളിലേക്ക് പോയി കഴിഞ്ഞു. നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എല്ലാവർക്കും ഒരേ മാതിരിയുള്ള സൗകര്യം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മാത്രം എന്തത്ര പ്രത്യേകത? ഓ, ഒരു ഭാഗീരഥി തമ്പുരാട്ടി. നോക്കൂ, ഞാൻ നിങ്ങളോട് വഴക്കടിക്കാൻ വന്നൊന്നുമല്ല. എനിക്ക് വേണ്ടത് എന്താണെന്ന് ആപ്ലിക്കേഷൻ അയക്കുമ്പോഴേ ഞാൻ എഴുതിയിരുന്നു. അതെ, തനിച്ച് മുറി വേണമെന്നും എന്നും രാവിലെ അമ്പലത്തിൽ പോകാനുള്ള പെർമിഷൻ വേണമെന്നും ഇവര് പ്രത്യേകം എഴുതിയിരുന്നു. കാഴ്ചക്കുറവുള്ളത് കൊണ്ട് കുട്ടിയെ കൂടെ കൊണ്ടുവരാൻ എനിക്ക് അനുവാദം തന്നിരുന്നല്ലോ. ഇവര് കൊണ്ടുവന്നതുകൊണ്ട് ഞാനും കൊണ്ടുവന്നു. നീ പോടി. എന്റെ മുറി ഏതാ? വരൂ, കാണിച്ചു തരാം. ശാന്തസുന്ദരം, ശാന്തനായ സുന്ദരം, റിട്ടയർഡ് പോലീസ് ഓഫീസർ ഫ്രം കാലിക്കറ്റ്. അതെ, എന്നെ കുറിച്ച് എല്ലാം അറിയാമല്ലോ. അറിയാം, പക്ഷെ എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? പാച്ചൂസ് പ്ലാന്റേഷൻസ് ഫ്രം ടിച്ചൂർ. 3 വർഷം പ്രാന്താശുപത്രിയിൽ കിടന്നിട്ടും ഭ്രാന്ത് മാറാത്ത വട്ടൻ. വീട്ടുകാർക്ക് ശല്യമായപ്പോൾ എന്നെ 1 മാസത്തേക്ക് ഇങ്ങോട്ട് അയച്ചതാ. തമാശക്കാരനാണല്ലേ? തമാശക്കാരന്റെ ഒപ്പൻ. എന്താ എന്നെയോ എന്താ നിങ്ങൾ കാണിക്കുന്നത്? വട്ട്, മുഴുവട്ട് നിന്നെ ഞാൻ കൊല്ലും. അയ്യോ എന്തോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതനുസരിക്കണം. എന്തുവേണമെങ്കിലും അനുസരിക്കാമേ. ഞാൻ വട്ടനാണെന്നുള്ള വിവരം ഇവിടെ ആരും അറിയരുത്. ഇല്ലേ? അറിഞ്ഞാൽ ഒന്ന് തന്നെ തട്ടും. നിനക്ക് ഓട്ടം തൊഴിൽ അറിയാമോ? അറിയില്ല, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അറിയണം. കൊള്ളടാ. സത്യം എനിക്ക് അറിയില്ല. ഞാൻ കാണിച്ചു തരാം. അറിയില്ല. ഞാൻ കാണിച്ചു തരാം. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം, എന്നുടെ തലയിൽ തോന്നിയ പോലെ. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം, എന്നുടെ തലയിൽ തോന്നിയ പോലെ. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം, എന്നുടെ തലയിൽ തോന്നിയ പോലെ. എന്നുടെ തലയിൽ തോന്നിയ പോലെ. വായനാശീലമുണ്ടോ? വല്ലപ്പോഴും വായിക്കണം, ഒരുപാട് വായിക്കണം. വായിച്ചാൽ ഞാൻ ഈ നിലയിലെത്തിയത്. ഇയാൾ വായിക്കാറുണ്ടോ? പിന്നെ എങ്ങനെയുള്ളതാണ് വായിക്കാൻ? ഞാൻ സാധാരണ തബലയിൽ വായിക്കാറ്, പിന്നെ ഇടക്കിടക്ക് കൊങ്കോട്ടറും വായിക്കും. അതല്ല ചോദിച്ചത്. അതായത് പുസ്തകങ്ങൾ. മാക്സിമം ഗോർക്കിയുടെ അമ്മ വായിച്ചിട്ടുണ്ടോ? അത് അയാളുടെ അമ്മയടുത്ത് ചോദിക്കണം. നോ നോ നോ, മാക്സിമം ഗോർക്കിയുടെ അമ്മ എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഈ ജോലി തിരക്കിനിടക്ക് സമയം കിട്ടണ്ടേ ചേട്ടാ? ഇയാളൊന്നും പറഞ്ഞ കാര്യമില്ല. കുറ്റി വായിക്കണം. ഉദാഹരണമായി ഹിറ്റ്ലറുടെ അന്നാ കരീന. ഓ, അതാണ് വായിക്കേണ്ടത്. ചൂട് ചായ കുടിച്ച് അന്നാക്ക് കരിഞ്ഞൊരു നീനയുടെ കഥ, അന്നാ കരീന. ആറ്റൻബറോയുടെ ജിറാസി പാർക്ക്, അത് വായിക്കണം. പണ്ടൊരു പാർക്കിൽ വെച്ചൊരു പ്രണയ ജോഡികൾ വേർപിരിഞ്ഞ കഥ. ഹിറ്റ്ലറുടെ ശാകുന്തൾ, ഒരുപാട് തള്ളി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ശാകുന്തൾ ഇതുപോലൊരു തള്ളി ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ലേ. തനിക്ക് ഞാൻ ഒരു പുസ്തകം തരാം. വായിക്കണം, പഠിക്കണം, പ്രാക്ടിക്കൽ ആക്കണം. താങ്ക് യു. എന്ത് വൃത്തിയാണ് ഈ കാണിക്കുന്നത്? കിളവനാണെങ്കിലും മനസ്സിലേക്ക് പോകാം. ഞാൻ ഇപ്പൊ കംപ്ലൈന്റ് ചെയ്യും. ഇത് കണ്ടോ?
അയ്യേ ഈ കാമശാസ്ത്ര ബുക്കാണ് പിള്ളേർ കൊടുക്കുന്നത്. കുട്ടി കംപ്ലൈന്റ് ഉണ്ട്. ആ കരയണ്ട പോട്ടെ, ഞാൻ കൊണ്ടാക്കാം. ഇടപോട്ടെ, ഇതാണ് പിള്ളേർക്ക് വായിക്കാൻ കൊടുക്കുന്നത്. ഏതായാലും കിട്ടിയിട്ടുണ്ട്. ഒരാഴ്ച ഡിന്നർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമുക്കൊരാളെ പരിചയപ്പെടാം. നിങ്ങളൊക്കെ ഇവിടെ ഒന്നിച്ചു കൂടാനും ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുവാനും അവസരം ഉണ്ടാക്കിയ ആ വലിയ മനുഷ്യനെ, മിസ്റ്റർ ബാലു. താങ്ക് യു വി ആർ റിയലി ഹാപ്പി. നോ നന്ദി പറയേണ്ടത് ഞാനാണ്, നിങ്ങളോടൊക്കെ. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള നിങ്ങളൊക്കെ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്റെ ഒരു ആഗ്രഹം സഫലീകരിക്കാനാണ്. പ്രായം ചെന്ന എന്റെ അച്ഛനും അമ്മയും ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ അമ്മാവിന്റെ വീട്ടിൽ വേല ചെയ്ത് തളർന്നു മരിച്ചപ്പോ ഞാനൊന്നും ആയിരുന്നില്ല. ഇന്നെനിക്കെല്ലാം ഉണ്ട്, പണമുണ്ട്, പ്രശസ്തിയുണ്ട്. എന്നാൽ സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ എനിക്കാരുമില്ല. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടുപോയ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്നേഹത്തിനും പരിചരണത്തിനും വേണ്ടി വീർപ്പൂട്ടുന്ന നിങ്ങൾക്ക് ഒരു മാസം എന്നെ കൊണ്ടാവുന്ന ചെയ്യാമല്ലോ. അച്ഛനമ്മമാരുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ഈ സ്ഥാപനം നിങ്ങൾക്ക് വേണ്ടി ആരംഭിച്ചു. എല്ലാരും സഹകരിക്കുക. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാ. ഒരു മകനെ പോലെ എന്നെ കാണുക. ഇനി നമുക്ക് ഡിന്നർ ആരംഭിക്കാം. ക്യാരി ഓൺ. എങ്ങോട്ട് വരും? ഡാർലിംഗ്, നന്നായി കഴിക്കൂ ഡാർലിംഗ്. ഒരു കോളുണ്ട്. ഹലോ, അതെ. നാളെ രാവിലെ മോർണിംഗ്. ഓക്കെ നോ പ്രോബ്ലം. താങ്ക് യു. എവിടുന്നാ? ബോംബെന്നാ. അഡ്മിഷൻ കൊടുത്ത രണ്ടുപേരാ, മിസ്സസ് ആൻഡ് മിസ്റ്റർ സുന്ദരേശൻ നായർ. നാളെ രാവിലെ വരുന്നുണ്ട്. തനിക്ക് എന്താ വേണ്ടത്? യു സി ഐ എം എ ബിസി മാൻ. എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. കമ്മിങ് ഫ്രം അമേരിക്ക, ഗോയിങ് ടു അമേരിക്ക, ബട്ട് ഇന്ത്യ ഈസ് മൈ കൺട്രി. കറക്റ്റ്. എനിക്കൊരു ഉപകാരം ചെയ്യണം. കം അഗൈൻ അനദർ ഡേ. യെസ്റ്റർഡേ, ടുഡേ, ടുമാറോ. അതെ അങ്ങനെ പറയരുത്. വേണമെങ്കിൽ ഇയാൾക്ക് 2-3 ലക്ഷം തരാം. പക്ഷെ എന്റെ സർവീസ് മാത്രം ആവശ്യപ്പെടരുത്. ഐ ഹാവ് നോ ടൈം. ഇപ്പൊ തന്നെ പല കൺട്രീസിലായി നിരവധി ഓപ്പറേഷൻസ് പെൻഡിങ്. 1-2 ലക്ഷം പൗലോസ് ബീറടിച്ച് കളയുന്ന കാശുള്ളൂ. അതേടാ, ഇപ്പൊ എനിക്ക് ഡോക്ടറുടെ സേവനം ആവശ്യമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ തളർന്നു പോയ കാല് ഡോക്ടർ ചികിത്സിച്ച് ഭേദമാക്കണം. അത് എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയരുത്. ഡോക്ടർ സഹായിക്കണം. അവനൊരു പാവമാ. അവൻ ഫ്രോഡാണ്. അല്ല, ഫ്രോഡ് ഓഫ് മെനഞ്ചൈറ്റിസ് എന്നൊരു മെനഞ്ചൈറ്റിസിന്റെ അറ്റാക്ക് ആയിരിക്കും. ബട്ട് ഐ ഡോണ്ട് ഹാവ് ടൈം. എന്ത് ചെയ്യും? എന്റെ മാനം നിലനിർത്താനെങ്കിലും അവരെ രക്ഷിക്കണം. ഞാൻ വാക്ക് കൊടുത്തു പോയി. ഞാനൊരു പാവം കോടീശ്വരനാണ് ഡോക്ടർ. കരയരുത്. ഓക്കെ ഒരാളിന്റെ കണ്ണീര് കാണാനുള്ള ശക്തി എനിക്കില്ല. ചാരിറ്റിയാണ് എന്റെ ലക്ഷ്യം. കോടിക്കണക്കിന് രൂപ കണ്ട് മടുത്തവരാണ് ഞാൻ. എന്നാൽ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി രോഗിയെ കാണുമ്പോ തന്നെ 25,000 എനിക്ക് അഡ്വാൻസ് തരണം. പണം എനിക്കൊരു പ്രശ്നമല്ല. ഒരാത്മാവിനെ സഹായിച്ചാൽ പുണ്യം കിട്ടുമല്ലോ എന്ന് കരുതിയ. ഓക്കെ, എങ്കിൽ നാളെ രാവിലെ എന്റെ റൂമിലേക്ക് വരൂ. ഞാൻ ഈ ഹോട്ടലിൽ തന്നെയാണ് താമസിക്കുന്നത്. റൂം നമ്പർ 113. നല്ല ഓടാണല്ലോ. ഇതെടുത്താൽ ചിലപ്പോ ഓടേണ്ടി വരും. വരുമ്പോ എടുക്കാം. ഇത് തന്നെ. അത് തരം കാണാനില്ല. ഹലോ മൈ ഡിയർ പോർ ബോയ്. സാറ് രാവിലെ തന്നെ തുടങ്ങിയല്ലോ. ഞാൻ രാവിലെ തുടങ്ങി. ഇതെന്റെ ഒരു വീക്ക്നെസ്. ഇതില്ലെങ്കിൽ പാലാ പോലോസ് ഇല്ല. വേണ്ടെന്ന്. Come on.
ഇതെന്താ വാതിൽ ചെറുതായ ഞാൻ ഇങ്ങോട്ട് കൂളായിട്ട് വന്നാണല്ലോ നിന്റെ ഒരു കാലും കോലും കോല് ഇരിക്കടാ ബോയ്. താങ്ക് യു സാർ. നിന്റെ പേരെന്താ പറഞ്ഞേ? ചാൾക്കോ. ചാൾക്കോയാ? അതെന്നെ പേരാടാ? അതല്ല, ചാൾക്കോ അല്ല, ചാക്കോ. ആ, ചാക്കോ സഞ്ജു, അതെന്തോ ആട്ടെ. ഭാഗ്യവാനാണ് നീ. അത് പിന്നെ എനിക്ക് അറിയില്ല സാർ. ഒരു പരിചയമില്ലാത്ത എനിക്ക് സാറ് 25,000 രൂപ തരുന്നു. അതുകൊണ്ട് ഞാൻ ഈ കാല് ശരിയാക്കും. എനിക്കിത് കൂടുതൽ ഭാഗ്യം എന്താ സാർ? അതല്ലടോ, ഞാൻ അയാളെ കണ്ടു. ആരെ? ഡോക്ടർ രാമമൂർത്തിയെ. അതാരേ? താൻ ഇന്നലെ പറഞ്ഞ ന്യൂറോ സർജൻ അല്ലേ? അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയോ? ആ, നീ പറഞ്ഞതുപോലെ പ്രഗത്ഭൻ, മിടുക്കൻ. വെറുതെ അല്ല, സത്യം. നിന്നെ ഒന്ന് പരിശോധിക്കാൻ എനിക്ക് അയാളുടെ കാല് പിടിക്കേണ്ടി വന്നു. വേണ്ടായിരുന്നു. നോ, ഐ നീഡ് സാറ്റിസ്ഫാക്ഷൻ. ഹീസ് ഇൻ 113. 113? Come on, yeah. ഓയാ. 113. Yes, come in. ഇവന്റെ 2 കാലും വെട്ടി മാറ്റി ഞാൻ മരക്കാലാക്കും. ഡോക്ടർ, ഇതാണ് ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരൻ. I see. ഇവന്റെ കാല് കിടക്കണ കിടപ്പ് കണ്ട ഡോക്ടർ. ഇതൊന്ന് ശരിയാക്കി ഇവനെ നടക്കാൻ പാകത്തിലാക്കണം. എവന്റെ അല്ല, ഇവന്റെ അപ്പന്റെ കാല് ഞാൻ ശരിയാക്കും. അപ്പന്റെ കാല് ശരിയാക്കി ഇവനെങ്ങനെ നടക്കും? ഹൈ, ഡോണ്ട് പ്ലേ ജോക്സ്. എനിക്ക് ഇയാളെ ചികിത്സിക്കാനുള്ള മൂഡ് വരുന്നതേ ഉള്ളൂ. പ്ലീസ് കം ടു ദ മൂഡ് ഔട്ട്. എന്തായാലും ഇവന്റെ കാല് ശരിയാക്കണം, അതാണ് എന്റെ സാറ്റിസ്ഫാക്ഷൻ. ശരിയാക്കാം. കേറിയിരിക്കേ. എടോ, ഇങ്ങോട്ട് കയറിയിരിക്കാൻ. തന്നെ കിടത്താൻ വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ? ഇതാണ് എന്റെ ട്രീറ്റ്മെന്റ് സ്റ്റൈൽ. കേറിയിരിക്കണോ? എന്റെ കാലിന് അത്ര ഓടാ കോപ്പേ. എന്താ പറഞ്ഞേ? സ്റ്റെതസ്കോപ്പ് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞതാണ്. ചികിത്സിക്കാനുള്ള മൂഡിലേക്ക് ഞാൻ വന്നതാ. ഒരു പ്രഷർ കിടക്ക്. കിടന്നു. കത്തുന്നുണ്ട്. എന്താ ഓർക്കട്ടെ? എന്റെ കാലുമേ ഒന്നും ചെയ്യുന്നില്ല ഡോക്ടർ. നിന്റെ കാലിന് ഫീലിങ്സ് ഒന്നുമില്ലേ? ഇല്ല. പിന്നെ എന്തിനാ കരയുന്നത്? അതും കണ്ണിന്റെ ഫീലിംഗാ. സന്തോഷാശ്രു. എന്നെ ഡോക്ടർ രാമമൂർത്തി ചികിത്സിക്കണു. സാർ എനിക്ക് 25,000 രൂപ തരുന്നു. പക്ഷെ ദേ, ഈ ഡോക്ടർ വിചാരിച്ച എന്റെ കാല് ശരിയാവും തോന്നണില്ല. ശരിയാക്കി തരാവടാ. അമ്മേ, ശരിയാക്കി തരണേ. ഒരു ഫീലിംഗും ഇല്ല. എന്തത്? എന്നാ ഇതുകൊണ്ടൊന്ന് നോക്കാം. അയ്യോ, വേണ്ട, 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 വേണ്ട. അതെ അതെ, അവന്റെ കാല് ശരിയായി. കാശെട്, പണമിട് 25,000 രൂപ. ഞാൻ കാശെടുത്തിട്ട് പോയി എടുത്തോണ്ട് വാ. എടാ പാട്ടി. നോ, ഐ എം ഡോക്ടർ രാമമൂർത്തി. നിങ്ങളുടെ രണ്ടുപേരെയും കാല് ഓപ്പറേറ്റ് ചെയ്യാൻ വന്നതാണ്.
അത് പിന്നെ അന്ന് നാട്ടിൽ വെച്ച് അങ്ങനെ പറ്റിപ്പോയതാ. പറ്റിപ്പോയതല്ല, പറ്റിപ്പാണ് നിന്റെ പ്രധാന പണി. അന്ന് നീ എന്റെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷെ ഈ കൊടൈക്കനാലിൽ വെച്ച് ഇങ്ങനെ ഒരു കണ്ടുമുട്ടൽ നീ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സത്യമായിട്ടും തികച്ചും അപ്രതീക്ഷിതമാണ് സാർ. എവിടെ മുങ്ങിയാലും നിന്നെ പൊക്കുവെന്നാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് സാർ. ഇവിടെ വാടാ, ഡോക്ടർ രാമമൂർത്തി. ഐ ആം പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഹെൻറി. കൺട്രി അത് കണ്ടപ്പോഴേ മനസ്സിലായി. പക്ഷെ നീ കള്ളന് കഞ്ഞി വെച്ചവനാണ്. പൗലോച്ചന്റെ മുന്നിൽ നീ കാല് തളർന്നവനായിട്ട് അഭിനയിച്ചപ്പോൾ ഞാൻ ആ കാറിനകത്തുണ്ടായിരുന്നു. എത്രത്തോളം പോകുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തതാ. എന്തിനാ സാർ വെയിറ്റ് ചെയ്തത്? സാർ ആ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഇയാളുടെ ചികിത്സ രക്ഷപ്പെടുമായിരുന്നില്ലേ? നിന്നെ വേദന അനുഭവിപ്പിക്കാന്നുള്ളത് എന്റെ ഒരു ആവശ്യമായിരുന്നു. ബിക്കോസ് ഐ എം സോറി. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന നാട്ടുകാർ ഇപ്പൊ എന്നെ വിളിക്കുന്നത് പ്രൈവറ്റ് തീഫ് എന്നാണ്. അതിന് ഉത്തരവാദി നീയാണ്. പ്രൈവറ്റ് ഡോങ്കി എന്ന് വിളിക്കുന്നതാണ് ഏറെ ഭംഗി. എടാ മങ്കി, ഇപ്പൊ ഡോങ്കീസ് ആയത് നിങ്ങൾ രണ്ടുപേരുമാണ്. ഡോക്ടർ സാറിന് 25,000 രൂപ വേണ്ടേ? വേണ്ടേ ഡോക്ടർ? എന്നെ ഒന്ന് വെറുതെ വിട്ടാ മതി. 25,000 രൂപ ഞാൻ അങ്ങോട്ട് തരാം. പൂർ ബോയ്ക്കോ? എനിക്ക് അങ്ങോട്ട് തരാനില്ല, വെറുതെ വിട്ടാ മതിയായിരുന്നു. ഏതായാലും പൗലോച്ചായനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭരത് അവാർഡ് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ചവെച്ചത്. താങ്ക് യു. എന്റെ ദൈവമേ, പാലായിലും ഉണ്ടോ ഇതുപോലെ പാഷാണത്തിലെ കൃമികൾ? എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 25,000 രൂപ പോയിട്ട് 25 പൈസ പോലും ഈ നക്കേട് തരില്ലേ. 25,000 അല്ല, അതിന്റെ 10 ആയിട്ട് തരാം. എന്നാ തന്നാട്ടെ, ഞാൻ പൊക്കോളാം. പക്ഷെ ജോലി ചെയ്യണം. എന്തോന്ന് ജ്വാലി? പറയാ, ഇവിടെ സെന്റ് തെരേസാസ് കോൺവെന്റ് എന്നൊരു സ്ഥാപനമുണ്ട്, അറിയാമോ? അറിയാം. അവിടെ അന്ന എന്നു പേരുള്ള ഒരു കുട്ടി പഠിക്കുന്നുണ്ട്. അറിയാം, നല്ല വെളുത്ത സുന്ദരി കുട്ടി. അതേടോ. നല്ല ഷേപ്പും. ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത്? ഞാനൊന്ന് പെട്ടിയടിച്ച് മാറ്റിയ പെണ്ണ് അല്ല. അങ്ങനെയൊന്നുമില്ല സാർ, ഒന്നും മനഃപൂർവ്വം അല്ലായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. അതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. എങ്കിൽ ബന്ധപ്പെടണം. ആ പെണ്ണുമായിട്ടോ? പൗലോച്ചിന്റെ മകൾ അമ്മയാകാൻ പോകുന്നു. അയ്യോ സത്യമായിട്ട് അതെന്റെ കുഴപ്പം കൊണ്ടല്ല. അവൾ മണവാട്ടിയാകാൻ പോകുന്നു. കുഴപ്പം വല്ലതും സംഭവിച്ചു പോയെങ്കിൽ വേഗം മണവാട്ടി ആക്കണം. പിന്നെ പ്രശ്നമില്ലല്ലോ. താങ്ങരുത്. അവളെ മണവാട്ടിയാക്കാനോ? ആണും പെണ്ണുമായിട്ട് എനിക്ക് ഒരേ ഒരു മോളെ ഉള്ളൂ. ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? കോടീശ്വരനായ ഈ പൗലോച്ചന്റെ ഏക മകൾ അന്ന ക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ പോകുന്നു. എന്താന്ന് വെച്ചാൽ തെളിച്ച് പറയും. തെൻട്രി അല്ല എൻട്രി. അവൾ കന്യാസ്ത്രീയാകാൻ പോകുന്നു. എന്റെ കുടുംബം അനന്തരാവകാശികളില്ലാതെ അസ്തമിക്കാൻ പോവുകയാണ്. നൊമ്പരപ്പെടുന്ന ഒരു കോടീശ്വരനാണ് മക്കളെ ഞാൻ. എന്നെ നിങ്ങൾ രക്ഷിക്കണം. അവളെ കന്യാസ്ത്രീയാകാൻ അനുവദിക്കരുത്. എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരാം. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളൊക്കെ കൂടി പഠിച്ച പണി 18 നോക്കിയിട്ടും അന്ന പിന്മാറുന്നില്ല. ഇനി എന്റെ ഐഡിയയിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഓപ്പോസിറ്റ് സെക്സ് വഴി അവളെ വളയ്ക്കുക. അവളെ അനുരാഗ വിവശയാക്കി സമനില തെറ്റിക്കണം. എനിക്ക് കർത്താവിന്റെ മണവാട്ടി ആകണ്ടേ, എനിക്ക് ഭർത്താവിന്റെ മണവാട്ടി ആയാ മതിയേ എന്ന് അവളെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കണം. അതേ ഉള്ളൊരു വഴി. അതിനിപ്പോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളല്ല, ഇവൻ ഉദ്ദേശിച്ചാൽ ഇത് നടക്കുമെന്ന് ഉറപ്പാ. അത്രയ്ക്ക് തരികിടയവൻ. അപ്പൊ തരികിടക്കാരെ കൊണ്ടാണോ അച്ചായ മോളെ പ്രേമിപ്പിക്കാൻ പോണത്? ഇതിലും നല്ലത് ഉതളങ്ങാ വിഴുങ്ങി അങ്ങ് ചത്തൂടെ അച്ചായ. എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ഗതികേട് വന്നുപോയി. ഇതൊരു അഭിനയമാണ്. അഭിനയം കാര്യമായാൽ ആരായാലും മരണം നിശ്ചയമാണ്. ചാൾസ് എന്ത് പറയുന്നു? ഞാനൊന്നുമില്ല. മടത്ത് ചേരാൻ വന്ന പെണ്ണിനെ വളച്ച് പുറത്തടിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ പാപമാണ്. അല്ലെങ്കിൽ നീ അങ്ങ് സ്വർഗത്തിൽ പോകാൻ പോവാ. എത്ര ലക്ഷം രൂപ തരും? ഞാൻ അവനെ കൊണ്ട് സമ്മതിപ്പിക്കാം. എത്ര ലക്ഷം വേണം? 2 ലക്ഷം. അല്ല, 3 ലക്ഷം. എന്റെ പൊന്ന് ചാൾസേ, ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ സമ്മതിക്കേ, നമുക്കൊന്ന് പൈറ്റ് നോക്കാവിടാ. ചാൾസേ, നീ വിചാരിച്ച മാത്രമേ ഇത് നടക്കൂ. ഇവൻ സമ്മതിച്ചിരിക്കുന്നു. ഞാനിവിടെ ഒന്ന് അറേഞ്ച് ചെയ്യാന്ന് അവൾ അറിയരുത്. കാരണം എന്റെ മോളെ നിന്നെ പോലെ ഒരു തെണ്ടി വളക്കുന്നത് കാണാനുള്ള കരുത്തിരിക്കില്ല. ഞാനിവിടെ സ്മോളൊക്കെ അടിച്ചുള്ള മുറി കാണും. നിനക്ക് എത്ര രൂപ വേണമെങ്കിലും വന്ന് വാങ്ങിക്കാം. കാറോ ഡ്രസ്സോ എന്താണെന്ന് വെച്ചാൽ തരാം. പക്ഷേ പെണ്ണ് വളഞ്ഞിരിക്കണം. ഇപ്പൊ നേരെയാണ് ഇരിക്കുന്നത്. അല്ലടോ, പ്രേമിച്ച് വളയ്ക്കണമെന്ന്. പക്ഷേ ഒടിക്കരുത്. ഇല്ല. ആ ഹെൻറി, മോളുടെ അഡ്രസ് കൊടുക്കും. വേണ്ട വേണ്ട, അഡ്രസ്സൊക്കെ എനിക്കറിയാം. ഞാൻ പറയട്ടെ. അന്ന, ഫസ്റ്റ് BA, സെന്റ് തെരേസാസ് കോൺവെന്റ്, ലേക്ക് വ്യൂ റോഡ്, കൊടൈക്കനാൽ. അതല്ലേ? എടാ നീ മിടുക്കനാണല്ലോ. ഒരു ടോക്കൺ കൊടുത്തേ. അതല്ലെന്ന്, കുറച്ച് രൂപ കൊടുത്തേ അഡ്വാൻസ്. കാശിന്റെ താങ്ക് യു അപ്പച്ചാ. കാശ് എന്നാ ഏത് തെണ്ടിയും കയറി അപ്പച്ചാന്ന് വിളിക്കോടാ. പത്തി കഴിവുള്ള മോനെ. എല്ലാവരും ഓടാൻ പോയത് നന്നായി. നാറിയിട്ട് പാടില്ല. കുളിച്ചിട്ട് 4 ദിവസമായി. ആ ജഡ്ജി ഗോതർമ്മ വരുന്നതിന് മുമ്പ് കുളിച്ചില്ലെങ്കിൽ ഇന്നും കുളി മുടങ്ങും. ഈശ്വര, കുളി തെറ്റിക്കല്ലേ. ബാത്റൂമാണെന്ന് വിചാരിച്ച് കയറിയതാ. അല്ല മാരിയോ, ഇതിനകത്ത് ആര് താമസിക്കുന്നത്? ഹലോ, കവന്നെടുത്ത് ഉറങ്ങിയാണോ? എന്താ മുടി, കലമുടി, താടി, ഇതിനകത്ത് എന്താ ബാർബറാണോ താമസിക്കുന്നത്? താടി, മുടി, താടി, മുടി, താടി, മുടി, താടി, മുടി. എവിടുന്ന് ഒരു മുദ്രാവാക്യം വിളി? അത് കടച്ചതാണല്ലോ. കാറ്റ് തുറന്നായിരിക്കും. ഈശ്വര, ആരും കാണാതിരുന്നു.
അത് വേറെ ആളില്ല. നിക്ക്. എടോ അത് മറുത്ത ചത്തു. എന്റെ ഈശ്വര, ഈ പണ്ടാറക്കണ്ണ് കൊണ്ടിടാൻ കണ്ട സ്ഥലം. അയ്യോ, ദൈവമേ. അയ്യോ, എന്റെ ഈശ്വര, പിടിക്കപ്പെട്ടു. കീഴടങ്ങുന്ന നല്ലത്. ഇനി എന്താ ഒരു വഴി? തട്ടിപ്പോയോ? ദൈവമേ, വടിയാ എന്ന് തോന്നണേ. പോലീസുകാരൻ ചത്താനും കുഴപ്പമില്ല, എന്റെ ജീവൻ കിട്ടിയില്ല. വാങ്ങുമല്ലേ ഈശ്വര? അയ്യോ, കാണാൻ. എന്റെ ഈശ്വര, ദേവൻ അടുത്ത വേദാളം. മിസ്റ്റർ നായർ, വാതിൽ തുറക്കൂ. തുറക്കില്ല. ഇത് ഞാനാ, ഗോദവർമ്മ. വാതിൽ തുറക്കൂ. ഏത് ഗോതമ്പ് വർമ്മയിലും ഞാൻ വാല് തുറക്കില്ല. എനിക്ക് സുഖമില്ലേ? ഞാൻ ഗോദവർമ്മയാ. ഗോതവർമ്മയുടെ അപ്പം വന്നാലും വാല് തുറക്കൂല. അയ്യോ, വേഗം വാതിൽ തുറക്കൂ, അത്യാവശ്യമാ. മിസ്റ്റർ നായർ, വാതിൽ തുറക്കൂ. മിസ്റ്റർ നായർ വാതിൽ തുറക്കുന്നില്ല. അയാൾക്ക് സുഖമില്ല എന്ന്. സൂക്ഷിക്കണം, അയാൾക്ക് വട്ടായി. എടാ, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വട്ടായി. സുന്ദരേശ, കണ്ടവിടെ കേശവ, ഒരാൾക്ക് വട്ടായി. എനിക്കല്ല വട്ട്, നായർക്ക. അയാൾ അകത്തോട്ട്. വാതിൽ തുറക്കുന്നില്ല. ഒന്ന് മാറി, എല്ലാവരും മാറി മാറി മാറി. ദൈവം, ഇവിടെ കേറാനൊരു കുന്തമില്ലേ? ഒന്നും കാണും കുമ്പിട്ടേക്കോ. തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ഒരു ഗുണം ഉണ്ടാകട്ടെ. ഒന്ന് പിടിച്ചോ. ഒന്ന് പിടിയടോ, ബോട്ട് പിടിക്കോ നോക്കിക്കാതെ. എന്ത് പറ്റി മിസ്റ്റർ നായർ? എടാ, എന്റെ താടി മുടി ആ ഭ്രാന്തൻ ഒടുക്കം പിടിക്കാനായിട്ട് എടുത്തോണ്ട് പോയി. എങ്ങോട്ട്? പ്രാർത്ഥനാ മുറിയിൽ ലൈറ്റ് തൂക്കിയിട്ടിട്ടില്ലേ, അതിനകത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഒന്ന് പോയി എടുത്തോണ്ട് വാടാ. മിസ്റ്റർ നായർക്ക് സുഖമില്ല. നിന്റെ അപ്പനെ സുഖമില്ലാത്ത അവന്റെ അപ്പന്റെ അസുഖം തന്നെയാണ്, പേടിക്കണ്ട. മിസ്റ്റർ നായർക്ക് സുഖമില്ല. മരുന്ന് എന്റെ മുറിയിൽ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. ഏണി മാറ്റല്ലേ. മരുന്ന് മാറിക്കോ. ഏണിയായിരിക്കോ? കുമ്പിട്ടിക്കടോ, കാല് നിക്കടോ. ഒന്ന് പിടിച്ചോ. എടോ രോഗിനായനെ, എന്നാ മരുന്ന് പിടി. എന്തായി? നിന്റെ താടിയിട്ട ലേറ്റ് പൊക്കത്തിലാ, കൈ എത്തുന്നില്ല. ഇന്ന് രാത്രി എടുക്കാം. ഇന്ന് മുഴുവൻ അസുഖമെന്ന് പറയാം. എന്റെ ദൈവമേ. മരുന്ന് കഴിച്ചാൽ ഒരു ദിവസം എടുക്കും നോർമൽ ആവാൻ. അതുവരെ ആരും ശല്യപ്പെടുത്തരുത്. നമുക്ക് വല്ല ഡോക്ടറെയും കാണിക്കാം. അയ്യോ, വേണ്ട. എല്ലാവരും പറഞ്ഞല്ലേ, ഇന്നാൾ ഇതുപോലെ അസുഖം വന്നിട്ട് ഒരു ഡോക്ടറെ കാണിച്ചതാ. ആ ഡോക്ടറെ കൊന്നു. എന്ത് ചെയ്യും? സാരമില്ല, നാളെ എല്ലാം ശരിയായിക്കൊള്ളും. എന്റെ മുറി ഇന്നൊരു ദിവസത്തേക്ക് വേറെ മുറി തരാം. വേണ്ട, എനിക്ക് പെർമനന്റ് ആയിട്ട് വേറെ മുറി മതി. ഓക്കെ. എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി കുളിച്ച് പ്രാർത്ഥനകളിലേക്ക് വരും. എല്ലാരും പിരിഞ്ഞു. ഈ വാതിന്റെ മുമ്പ് പോ. എല്ലാരും സാർ, ഇയാളെന്താ പോകത്തത്? ഹലോ, നിങ്ങൾ പോണം. ഓടോ വട്ടെ. ആരാ ഇതിനകത്ത്? നിന്റെ അമ്മയുടെ നായര്. ഓടപ്പുല്ലേ. ഓ, അച്ഛനാ, മൈ ഫാദർ. വേഗം ആവട്ടോ. നായർ വേഗം വാ. എന്റെ ദൈവമേ, എന്നെ കാണാൻ ഒളിച്ചു വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാതിലേ തുറന്നു തരുമായിരുന്നു. വരൂ ഡാനിയൽ. അവനെ കോർപ്പറേഷൻ വണ്ടി കൊണ്ടുപോയല്ലോ. Romance is the ultrafine feeling of feelings. We just can't explain the meaning and feeling of love.
Romance is the divine aroma of the heart. And romance is the heartbeat of men and women. Romance is the universe. Romance is the air. Romance is the earth. The blood. The flesh. Here. Stop it. But stop illa. It is the red wine of a girl's beautiful lip and sweet honey of her words. Oh, what a feeling. Yeah. Isn't it, Miss Anna? I love you, Anna. ഉഴുന്നുവട പരിപ്പുവട ബജി ചാക്കോബാർ. എന്താണോ ചന്തയാണോ? ഒരു ചന്ത ഇവിടെ ഉള്ളപ്പോ വേറൊരു ചന്ത എന്തിനാണ്? ലേഡീസ് ഓഫ് ദി ജെന്റിൽമാൻ ആൻഡ് സ്റ്റുഡൻസ് ആൻഡ് ഫാദർ. ഇതാ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. ഈ കോളേജിലെ ക്യാൻറ്റീന്റെ കോൺട്രാക്ട് ഞങ്ങൾക്കാണ്. മറ്റൊരു കോളേജിലും കാണാത്ത പുതിയ രീതിയിലുള്ള സെർവിംഗ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി ആരും ഭക്ഷണം തേടി ക്യാൻറ്റീനിൽ വരണമെന്നില്ല. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഭക്ഷണം ഓർഡർ അനുസരിച്ച് നിങ്ങളുടെ സീറ്റുകളിൽ എത്തുന്നതാണ്. ഫാദറിന് വിരോധമില്ലെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ സെർവ് ചെയ്തോട്ടെ. ക്ലാസ് റൂമിലാണോടോ കച്ചവടം? Yes, this is class diary. മസാല ദോശ, നെയ് റോസ്, ചിക്കൻ ഗുലാബി, ബനാന ഗോസറീസ്, ഹൽവ മിരാണ്ട, പൂരി, മിൽക്ക് ഷേക്ക്, മനീഷ കൊയ്രാള, എവരിതിങ് ഓക്കെ. ഓ മൈ കൊരാള, ഛേ നോ, ഓ മൈ ജീസസ് സേവ് മീ. സേമിയ ഐറ്റംസ് ഇപ്പൊ ഉണ്ടാവില്ല. ഓ തന്റെ നെയ്ച്ചർ തരണോ? നെയ്ച്ചോറ് ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. തൽക്കാലം ഫാദർ ഈ ഐസ്ക്രീം കഴിച്ച് മൃതിയടായി, സോറി തൃപ്തിയടായി. ഓ മൈ ഫാദർ. നോട്ട് മൈ ഫാദർ, യുവർ ഫാദർ. പ്ലീസ് ഈ ഐസ്ക്രീം കഴിക്കൂ ഫാദർ, പ്ലീസ്. കഴിച്ചോളൂ father, ശരീരം പുഷ്ടിപ്പെടുത്തട്ടെ. വെറുതെ കിട്ടുന്നല്ലേ ഫാദർ, കഴിച്ചോളൂ. വടി പിടിങ്ങ പോലെ നിൽക്കാണ്ട് കുട്ടികൾ ഓർഡർ എടുക്കും. ആർക്ക് ചോറ്, ആർക്ക് നെയ്ച്ചോറ്, ആർക്ക് ബിരിയാണി, ആർക്ക് ബിയർ, ബീഡി സെർഡിയർ. എടി മൂദേവി, നീ ഏതോ ഭാഷയും പറഞ്ഞ് എന്റെ ചേട്ടനെ കൈക്കലാക്കി വെച്ചിരിക്കുക അല്ലോടി. നിന്നെ ഞാൻ വെറുതെ വിടുകയല്ല. ആ ഈ കാര്യത്തിലെങ്കിലും നമുക്ക് ഇനി ഒരുമിച്ച് നിൽക്കണം ചേച്ചി. വേണോടി വേണം. ആരും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അതെ, ജീവിതകാലം മുഴുവൻ ഇതുപോലെ ഇവിടെ ലാവിഷായിട്ട് കൂടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സംഗതി ലാവിഷ. പക്ഷെ പാവം കോൺസ്റ്റബിൾ രുദ്രംപിള്ള നമുക്ക് വരും ജയിലിൽ കിടന്ന് ഉണ്ടതിട്ടുണ്ടാവും. അത് വല്ലവരല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുന്ദരി കോതല്ലേ, എല്ലാം നല്ലൊരു പിടി തന്നെ. എടാ എനിക്കൊരു സംശയം. എന്നെ നമ്മൾ ഇന്നലെ കാറി കെട്ടിയ തള്ളയില്ലേ, അവരെന്തിനാ എപ്പോഴെന്തെങ്കിലും നോക്കുന്നത്? ഇനി അവർക്ക് നമ്മളെ മനസ്സിലായി കാണോ? മിസ്റ്റർ ദാനിയേൽ, ഒരു കിളിനാഥല്ലേ? എന്റെ അമ്മേ, ദേ ഉടക്കത്തള്ള. ഈ വൃത്തിയുടെ സ്ത്രീയാണോ? ഈ മുഖം, ഈ താടി, ഈ രൂപം തിരിച്ചറിഞ്ഞെന്നാ തോന്നണത്. അങ്ങനെ വന്ന ഞാൻ ഈ കൊരട്ടത്തള്ളയെ തട്ടും. അയ്യോ അതൊന്നും വേണ്ട. അതിനു മുമ്പ് നമുക്ക് ഈ ഉണക്കത്തള്ളയുടെ കാല് പിടിക്കാം. പിടിച്ചോ. എന്താ ഇത്? എണീക്കൂ. എന്റെ പൊന്നു മാർഗരറ്റ് ആന്റി, ഞങ്ങളെ ചതിക്കരുത്. ഇതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. എങ്ങനെ തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് ഞാനും അതേ അവസ്ഥയില. കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. പിടിക്കപ്പെട്ടു. തട്ടട്ടെ വരട്ടെ. ആ സത്യം ഇനിയും മറച്ചു വെച്ചാൽ ഞാൻ ചെയ്യുന്ന വലിയൊരു അപരാധമായിരിക്കും. ഇപ്പൊ തട്ടട്ടെ. തട്ടാൻ വരട്ടെ. മരിച്ചുപോയ എന്റെ ഭർത്താവിന്റെ അതേ ചായയാണ് മിസ്റ്റർ ഡാനിയൽ. മിസ്റ്റർ നായർ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനും മിസ്റ്റർ ഡാനിയലും തനിച്ചിരുന്ന് അല്പം സംസാരിച്ചോട്ടെ. വരൂ മിസ്റ്റർ ഡാനിയൽ. യെസ്. I have to have some sugar. അയ്യോ ഒരു മിനിറ്റ്, ഇപ്പൊ തരാം. Wait a minute for 5 minutes. അതെ, അവര് മരിച്ചുപോയ ഭർത്താവിനെ കിട്ടിയ സന്തോഷത്തിലാ. നമുക്കിവിടെ നിക്കണ്ടേ? ഇപ്പൊ ഒന്നും പൊളിക്കാൻ പോണ്ട. പിന്നെ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അവരെന്താവശ്യപ്പെട്ടാലും നീ ഒന്ന് വഴങ്ങി കൊടുത്തേക്കാ. മാർഗരറ്റ്, കൊണ്ടുപോയി എൻജോയ് ചെയ്തോളൂ. കൊണ്ടുപോയിക്കോളൂ. ഞാനിതാ പോണേ. Who ordered Japan cutlet here, students? Nobody ordered? Silence please. It's correct, father. But my boss Charles Onassis Jr. എന്നോട് പറഞ്ഞിരിക്കുന്നത് സൈലൻസ് പ്ലീസ് എന്നല്ല, സർ പ്ലീസ് എന്നാണ്. ആരെന്ത് ചോദിച്ചാലും കൊടുക്കുക, ആരെന്ത് തന്നാലും മേടിക്കുക. What do you want, father? ഉഗാണ്ടൻ ബോണ്ട, ഉട്ടോപ്പിയൻ ഉഴുന്നുവട, കാനഡ കട്ട്ലറ്റ്, ഒരു ചൈനീസ് ചമ്മന്തി? അത് 10 മിനിറ്റിനുള്ളിൽ റെഡിയാക്കി തരാം, ഫാദർ. ഗുഡ് ആഫ്റ്റർനൂൺ ഫാദേഴ്സ്, മദേഴ്സ്, സിസ്റ്റേഴ്സ് ആൻഡ് മൈ ലവേഴ്സ്. ഭക്ഷണകാര്യത്തിൽ നിങ്ങൾ പൂർണ്ണ തൃപ്തരാണെന്ന് എനിക്കറിയാം.
ഷൂഷു പറയാനല്ല ഞാൻ തന്നെ ഇങ്ങോട്ട് വിട്ടത്. ആദ്യം മാന്യമായി സെർവ് ചെയ്യാൻ പഠിക്കണം. Keep it here. ഇതൊരു 5-star കോളേജാക്കി മാറ്റുകയാണ് നമ്മുടെ ലക്ഷ്യം. പഠിത്ത കാര്യത്തിൽ നിങ്ങൾ വളരെ പിന്നിലാണെങ്കിലും ഭക്ഷണ കാര്യത്തിൽ നമ്മൾ പൂർണ്ണ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. ഇതുപോലൊരു അടിയുടെ ശബ്ദം നേരത്തെ ഞാൻ കേട്ടിരുന്നു. ഫാദറിന്റെ കൈകൊണ്ട് കിട്ടുന്ന അടി അതൊരു മഹാഭാഗ്യമാണ്. എനിക്കത് കിട്ടില്ലെന്നോർത്ത് ഞാൻ ഖേദിക്കുന്നു. ഇവിടെ വാ പൊളിച്ചെന്ന് കണ്ട അടുക്കളയിൽ ചെന്ന് ബേസിലെല്ലാം തൂത്തെടുത്ത് ഫാദർ ഗബ്രിയലിന് ചിക്കൻ ഗുലാബി ഉണ്ടാക്കി കൊടുക്കണം. ചില്ലി കുറച്ച് വരെ ഫാദർ, ചില്ലി കുറച്ച്. ദാ ഇരിക്കുന്ന കുട്ടി ജപ്പാൻ കട്ട്ലേറ്റിന് ഓർഡർ ചെയ്തിരുന്നു. കർത്താവിന്റെ ദാസനായ ഞങ്ങളുടെ മനസ്സ് കഴിഞ്ഞാൽ എനിക്കിതൊക്കെ സെർവ് ചെയ്യാമായിരുന്നു. ഞാനിതൊക്കെ സെർവ് ചെയ്തോട്ടെ ഫാദർ ഗബ്രിയൽ അച്ചോ. എന്റെ ഹൃദയശ്വരിക്ക് വേണ്ടി ഈ ഉള്ളവന്റെ ലോല ഹൃദയം മൈദമാവിൽ മുക്കി പൊരിച്ചെടുത്ത കട്ട്ലേറ്റാ ഈ അനുരാഗ കട്ട്ലേറ്റ്. തീവ്രമായ എന്റെ പ്രേമത്തെ തിരസ്കരിക്കരുത്, എന്നെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കരുത്. ഞാൻ കാട്ടുമാക്കാൻ നോക്കുന്നു, ഞാൻ പോവാ. ഇതിനകത്തിരുന്ന് ഫാദർ വല്ലാണ്ട് കറുത്തു. വാട്ട്സ് ദി പ്രോബ്ലം? നീ അത് കണ്ടില്ലേ? കംപ്ലീറ്റ് കളേഴ്സ് അല്ലേ? കണ്ടിട്ട് എന്താ കാര്യം, നമ്മൾ ഈ ലഡാക്ക് കോലത്തിലായി പോയില്ലേ. എനിക്ക് അതിൽ ഒരെണ്ണത്തിന് ഭയങ്കര ഇഷ്ടമായി. നിനക്കതിൽ ഒരു പീസല്ലേ ഇഷ്ടമായുള്ളൂ, എനിക്ക് ഇതിനകത്തുള്ള സകല പീസിനെ ഇഷ്ടമായി. പക്ഷെ ഈ മുടിഞ്ഞ മോന്തം വെച്ചിട്ട് അങ്ങോട്ട് ചെല്ലേണ്ട താമസമുള്ള കയറി പ്രേമിക്കാൻ. എടാ, അതിന് ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. അവസാനം നമ്മൾ പെരുവഴിയാവല്ലേ. നീ പെരുവഴിയിലായാലും ഞാനാവില്ല. ചെല്ല് ചെല്ല് ചെല്ല്. ഈ പിറ്റേ മറന്നേനെ. എന്താ വലിയ തമാശയിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ, എനിക്കൂടി കേൾക്കാമോ? അങ്കിളിന് കേൾക്കാൻ പറ്റിയ കാര്യമൊന്നും അല്ലത്. വേണ്ടല്ലോ, നിങ്ങൾ കൂടി കേൾക്കാൻ പറ്റിയ കാര്യം ഞാൻ പറയാം. എന്താ അങ്കിളെ? മീരാതല്ലേ പേര്? അതെ. സുന്ദരിയാട്ടോ. എനിക്ക് വലിയ ഇഷ്ടമായി. ഈ അങ്കിൾ ഇത് എന്തൊക്കെയാ പറയുന്നത്? കല്യാണ കാര്യം ഈ ക്യാമ്പിന് പുറത്തിറങ്ങിയാലുടൻ മീരയുമായിട്ടുള്ള കല്യാണം ഉടനങ്ങ് നടത്തിയാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. നോൺസെൻസ്. പൈസയായിട്ട് പോകത്തിന് പറയുന്നു. ചൂടാവണ്ട. എനിക്ക് കല്യാണം കഴിക്കാനല്ല, എന്റെ മോന് വേണ്ടിയിട്ടാ. അങ്കിളിന്റെ മോൻ എവിടാ? നാട്ടിലാ. മെഡിസിന് പഠിച്ചോണ്ടിരിക്കുക അവൻ. ഈ വർഷം കഴിയുമ്പോ ഡോക്ടറാവും. സുന്ദരനാ കാണാൻ. എങ്കിലൊന്ന് വരാൻ പറയൂ, കാണാനോ? വരും വരും, അതിന് വഴിയുണ്ട്. അതിനു മുമ്പ് ഈ ഫോട്ടോ ഒന്ന് നോക്കിക്കോളൂ അവന്റെ. എവിടെ നോക്കട്ടെ? നല്ല രസമുണ്ടല്ലോ. ഹായ്, കൊള്ളാലോ. നോക്കിക്കേ. മൂടി. എന്താ ഇഷ്ടായോ? അവൾക്ക് ഇഷ്ടായി അല്ലേടി? കുട്ടി ഒന്ന് വന്നേ. എന്റെ മരുമോളോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ചെല്ലടി. നിന്റെ ഫാദറിലെ ആവുന്ന ആളല്ലടി. ചെല്ലടി. ആ കൈ കുട്ടിയെ പോലൊരു പെൺകുട്ടിയെ എന്റെ ഭാര്യയായി കിട്ടിയ, അല്ല മരുമോളായി കിട്ടിയ ഞാൻ ഭാഗ്യവാനാ. വലിയ വീട്ടിലേക്ക് മരുമകളെ ചെല്ലുക എന്ന് പറഞ്ഞ എനിക്കല്ലേ ഭാഗ്യം. എങ്ങനെയുണ്ട് മിസ്റ്റർ ഡാനിയൽ, എന്റെ ഭാവി മരുമകൾ? സുന്ദരിയല്ലേ? നിനക്ക് രാജയോഗമാണടാ. നിനക്ക് വൃദ്ധയോഗം. വാ മോളെ, എന്റെ മോന്റെ ഹിസ്റ്ററി പറഞ്ഞു തരാം. മിസ്റ്റർ ഡാനിയേൽ. എന്തോ വരൂ ഡാനിയേൽ. അതെ, താൻ പ്ലാൻ ചെയ്ത എല്ലാ പരിപാടികളും കുളമായിട്ടുണ്ട്. ഇനി ഇതെങ്കിലും എനിക്കൊന്ന് ഭംഗിയായിട്ട് ചെയ്തു തരണേ. നീ പോടാ അവിടെ. ചരട് വരിയിൽ ഞാൻ പണ്ടേ ഒരു ചാണക്യനാണ്. ഓഹോ, കൃത്യസമയത്ത് ഞാൻ പറഞ്ഞതുപോലെ നീ അങ്ങ് ചെയ്താൽ മതി. അയ്യോ, ഇതെന്തോന്ന് ചെടി? ചൊറിയണം. എനിക്കല്ലേ മാന്തിക്കോ. ശരിക്കും കിട്ടിയിട്ടോ? ഇതോരോ മണിക്കൂറും ചെയ്തതാ. വെറുതെ ഡൗട്ടാണത്. എന്റെ അന്നമോൾക്കൊന്നും പറ്റില്ല. എന്നൊക്കെ പിടിക്കാൻ പറഞ്ഞത്. ഒരാൾ ആപത്തിപ്പെടുമ്പോ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും പറയണോ? എന്റെ അന്ന. ഹലോ, ഒരാളല്ലല്ലോ, ഒത്തിരി പേര് വീണില്ലേ? അവരാരും രക്ഷപ്പെടുത്താത്ത? എല്ലാവരും കൂടി ഒരുമിച്ച് താങ്ങില്ല നീയ. മാത്രമല്ല അന്ന എന്റെ പെണ്ണാണ്. എനിക്ക് അന്നയും അന്നയ്ക്ക് ഞാനും മാത്രമേ ഉള്ളൂ. 1000 അരയണങ്ങളുടെ കൂട്ടത്തിൽ അന്ന നിന്നാലും എന്റെ അന്നയെ ഞാൻ തിരിച്ചറിയും. അവളെ ഞാൻ രക്ഷിക്കും, അവളെ ഞാൻ സ്വന്തമാക്കും. വീട് ഫോർ ഈച്ച് അതർ അല്ല അന്ന? അയ്യോ, പ്രീതമിനെ താനെന്ന് വിളിക്കുന്നത് എന്തിനാ അന്ന? ഉള്ളിൽ സ്നേഹം വെച്ചോണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? നോക്കിയേ, ഞങ്ങൾ ഒന്നാണ്, ഒന്നായി അലിഞ്ഞു ചേരാൻ പോകുന്നവരാണ്.
പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്. നിങ്ങൾ കാണുന്നില്ല ഇയാള് കാണിക്കുന്ന കോപ്രായം? നോക്കി നിൽക്കും ആമ്പിളാരെന്ന് പറഞ്ഞ ഇതാണ് അസൂയ. ഈ സുന്ദരിക്ക് ഈ സുന്ദരനെ പ്രേമിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ നോ ചാൻസ്. ഈ ചാൻസ് അന്നയ്ക്ക് മാത്രമുള്ളതാണ്. ഫോട്ടോ എടുത്തോളൂ, ഫോട്ടോ എടുത്തോളൂ. ക്യാൻറ്റീൻ കോൺട്രാക്ട് എടുക്കാൻ വന്ന അത്രയ്ക്ക് ഷൈൻ ചെയ്യണ്ട. അതിന് ഞങ്ങൾ ഇവിടെ ഉണ്ട്. അതിന് അനിയൻ പോരാ. അവരോട് പറയാൻ നമ്മൾ ഒന്നാണെന്ന്. അന്ന പറയോ, അന്നയ്ക്ക് ഇവനോട് സ്നേഹമുണ്ടോ? തുറന്ന് പറയൂ അന്ന. ഇല്ല. അടിക്കല അടിക്കല. അന്നയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഈ ചാൾസ് ജീവൻ പോലും കളയാൻ തയ്യാറാണ്. ഈ മഹാത്മാഗാന്ധിയാ? അല്ലടാ, പ്രേമകാന്തി. അന്നയുടെ പ്രേമം കിട്ടാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന പ്രേമകാന്തി. പക്ഷെ അന്ന ഐ ലവ് യു ചാൾസ് ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ നിന്റെ ഒന്ന് പൊടി പോലെ ശോഭരാജ്, ഈ പ്രണയ സംഘടനത്തിൽ ഞാൻ മരിച്ചുപോയാൽ നീ എനിക്കൊരു പ്രണയ കുടീരം പണിയണം. ഷാജഹാൻ മുംതാസിന് വേണ്ടി താജ്മഹൽ പണിത പോലെ ഈ ചാൾസിന് വേണ്ടി നീ ഒരു അന്നാമഹൽ പണിയണം. അതെ, കല്യാണം കഴിക്കലെങ്കിൽ നമ്മുടെ സുന്ദരേശ്വരെ പോലെ വേണം. ഒന്നല്ല രണ്ടല്ല മൂന്നല്ലേ കെട്ടിയിരിക്കുന്നത്. ഈ മൂന്നെണ്ണത്തിലല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. കഴകനന്ദയിൽ 6 വർഷം പോലെയല്ലേ എനിക്ക് ഭാര്യമാര്. ഓൾ ഓവർ ദി വേൾഡ് വൈറ്റ്സ് ആൻഡ് കുട്ടി. ഇതിനൊക്കെ എങ്ങനെ ചെലവിന് കൊടുക്കും? രാജസ്ഥാൻ മരുഭൂമിയിലും എവറസ്റ്റ് കൊടുമുടിയിലും ആനകളെ പോലെ വളരുന്ന ആടുകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഡ്രാഫ്റ്റ് അയക്കുന്ന നിങ്ങളെ പോലുള്ളവരുള്ളപ്പോ ഈ സുന്ദരേശന്റെ കഷ്ടപ്പെടുന്നത് തന്നെ. ഞങ്ങൾ ഓപ്പൺ ആയിട്ട് മോഷ്ടിക്കുമ്പോ ഇയാള് കൂപ്പൺ അടിച്ച് മോഷ്ടിക്കുന്നു. മോഷണോ? ആര് മോഷ്ടിച്ചു? എന്താ മോഷ്ടിച്ചേ? മിസ്റ്റർ ഡാനിയൽ പറഞ്ഞത് സ്ത്രീകളുടെ മനസ്സ് മോഷ്ടിക്കുന്ന കാര്യമാണ്. ഹാർട്ട് തീവ്. പിന്നെ സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. നിങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ മലനിവാസികളുടെ നഗ്ന നൃത്തം കണ്ടിട്ടുണ്ടോ? ഇവിടെ അടുത്ത ഇത്തവണ അത് കാണാനാണ് ഞാൻ വന്നിട്ടുള്ളൂ. എപ്പോഴാ അത്? പൗർണമിയുടെ അന്ന് രാത്രി 12 മണിക്ക് നൃത്തം നടക്കുന്നത്. നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പൗർണമി ഉണ്ടോ? ഉണ്ടല്ലോ, പക്ഷേ അന്ന് രാത്രി ആരറിയാതെ നമ്മൾ വെളിയിലാണ്. അയ്യോ, ആ വാച്ച്മാൻ വിടില്ലല്ലോ. വാച്ച്മാന്റെ എസ്കോട്ടോട് കൂടിയാണല്ലോ സ്വാമി നഗ്നനൃത്തം കാണാൻ പോകുന്നത്. മധുരയാണ് സ്വാമി, മധുര. എനിക്ക് പനി ഉണ്ടോ എന്നൊന്ന് നോക്കൂ. പനി. ഈ ക്യാമ്പ് 1 വർഷത്തേക്ക് നീട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ മൈക്ക് ജാക്കിനെ പോലെ അടിച്ച് പൊടിക്കാൻ.